അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് രേഖകള് കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പം നിങ്ങൾക്ക് എവിടെയോ പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പട്ടണത്തിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ കടകളൊക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾ പട്ടണത്തിലായിരിക്കത്തില്ല. അപ്പോൾ എൻ്റെ മക്കൾ ആ മൊബൈലിൽ ആ പടം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആ പടൻ്റെ ഫോട്ടോയോ വല്ലതും കൊണ്ട് വെച്ചാൽ മതി. നമ്മൾ ദൈവതിരുസന്നിധിയിലല്ലേ സമർപ്പിക്കേണ്ടത്. കർത്താവിന് നമ്മളത് മനസ്സ് ഓർക്കണത് തന്നെ ഈ ബ്ലെസ്സിങ്ങിൻ്റെ ലൊക്കേഷനാണ്. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഭക്തിയോടെ നിൽക്കണം, ആദരവോടെയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു.
കർത്താവ് വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്. ഈശോയെ പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ചിലയിടത്ത് തോക്കും, ചിലയിടത്ത് കാശ് കൊടുക്കും, ചിലയിടത്ത് ഒരു ആംബിഗസ് ആയിട്ട് വരും. നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പാടില്ലാത്തൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്. അവിടെ കൺഫ്യൂഷൻ എല്ലാം മാറ്റണം ഈശോയെ. പ്രഭാതത്തിൽ അങ്ങോട്ട് നാം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ അവിടെ കണ്ണുനീര്, ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ എൻ്റെ കൈവെള്ളയിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. കർത്താവേ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയും കരുതലുമാണത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുകയുള്ളൂ. കർത്താവേ, നിൻ്റെ ചിറകളുടെ ഉള്ളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് കഷ്ടകാലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ കൈവെള്ളയിൽ അങ്ങ് സൂക്ഷിക്കുന്നവർ നന്ദി പറയുന്നു. കർത്താവേ, ഒത്തിരിയേറെ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, നീറ്റ് ഉൾപ്പെടെ എഴുതിയിട്ടുള്ളവർ മക്കളുണ്ട്. അവർ ഇങ്ങനെ ആശങ്കയോടെ ഇരിക്കുകയാണ്, എവിടെ കിട്ടുമോ കിട്ടിയതല്ലേ. കർത്താവേ, അർഹമായ എല്ലാവർക്കും അത് കിട്ടാനിടയാകണം. പക്ഷേ ഭാവിയിൽ പഠിക്കാം, ഇപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞെങ്കിലും ഭാവിയിൽ അത് കരകയറുമെന്ന് അങ്ങേക്കറിയാമല്ലോ ഈശോയെ. അങ്ങനെയുള്ളവർക്കെല്ലാം സീറ്റ് കൊടുത്ത് അവരുടെ ജീവിത പന്താവ് ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, +1 +2 പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് അഡ്മിഷൻ പശുക്കൾക്ക് അഡ്മിഷൻ്റെ സമയമാണ്. ചിലർക്ക് 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും ഇപ്പോഴും അഡ്മിഷൻ ആയിട്ടില്ല. അവരെല്ലാം ഓർത്തിപ്പോൾ പ്രാർത്ഥിക്കണം ഈശോയെ. ഒരിക്കലും വിദ്യാഭ്യാസം ആർക്കും നിഷേധിക്കാൻ ഇടവരുത്തരുത് ഈശോയെ. എല്ലാവരും പഠിച്ചു ഈ കാലഘട്ടത്തിന് വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ അങ്ങനെ മക്കളെ നീ അനുഗ്രഹിക്കണം. മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വേദനപ്പെടുന്ന മാതാപിതാക്കന്മാർക്ക് നീ പുതിയ പോംവഴികളെ കാണിച്ചു കൊടുക്കണം. കർത്താവെ, ഗവൺമെൻറ്റുകളെ അടിസ്ഥാന വിദ്യാഭ്യാസം +1 +2 ആക്കാൻ, അത് സൗജന്യമാക്കാനും അത് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖല നവീകരിക്കപ്പെടാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകൾ ഞങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ തൊഴിലിടങ്ങൾ, ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ആ അനുഗ്രഹ സ്ഥലങ്ങളെ ഇപ്പോൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണം. അതിൻ്റെ രേഖകളെ, ചിലപ്പോൾ നമ്പർ കിട്ടാത്തവരുണ്ടാകാം, നമ്പർ അതിനെ അപേക്ഷിക്കുന്നവരുണ്ടാകാം. ഏതെല്ലാം രേഖകളാണ് വേണ്ടത്, ആ രേഖകൾക്കെല്ലാം നിലവിലുള്ള ദോഷങ്ങളെ, തടസ്സങ്ങളെ, കിട്ടാനുള്ള തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വാഹനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉപയോഗിക്കുന്ന നീ പോകുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ വാഹനത്തിൻ്റെ, നീ ഹയർ ചെയ്ത വാഹനമായാലും, വാടകയ്ക്കെടുത്ത വാഹനമായാലും, ടാക്സി എടുത്ത വാഹനമായാലും, ഗവൺമെൻറ് വാഹനങ്ങളായാലും, അതെല്ലാം നീ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. ആ വാഹനത്തിന് കുറുകയും നെടുകയും പോകുന്ന മറ്റു വാഹനങ്ങളും തട്ടുമ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ അവൻ നിന്നെ തൻ്റെ തൂവലുകൾക്കുള്ളിൽ മറച്ചുകൊള്ളുമെന്ന് പറഞ്ഞ നിൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന് കൽപ്പിക്കുന്നതാണ് ചെയ്ത സംരക്ഷണത്തിൻ്റെ ദൈവം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ അമേരിക്കൻ ഡ്രോൺ നിന്ന് റോക്കറ്റ് വന്ന് നമ്മളുടെ കപ്പലിൽ, ഇന്ത്യൻ കപ്പല് ഹിറ്റ് ചെയ്യപ്പെട്ടു. 3 പേര് മരിച്ചു. ഇന്ത്യ വളരെയേറെ ഹോട്ടായി ഈ വിഷയത്തിൽ. രാജ്യം പണ്ട് മുതലേ ഒരു മാന്യത ഉള്ള ഒരു രാജ്യമാണ്, നമുക്കറിയാം. നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകളായിട്ട് ഒരു മാന്യത സൂക്ഷിക്കുന്ന രാജ്യമാണ്, പക്ഷേ എല്ലാ റിലേഷനിലും. പക്ഷേ ഈ വിഷയത്തെ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉടനെ നമ്മുടെ അമേരിക്കൻ എംബസിയിലെ അംബാസഡറിനെ വിളിച്ചിട്ട് ജയശങ്കർ ശാസിക്കുകയല്ല, നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നു. അത് ഒരു മാന്യമായ നയതന്ത്ര നടപടിയാണത്. പ്രതിഷേധം അറിയിക്കുക.
പിന്നീട് അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടാകും ബാക്കി. ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അംബാസിഡർ എന്ന് പറയുന്നത് പോലെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വർക്ക് ചെയ്യണത്. ദൈവത്തിൻ്റെ അംബാസിഡറാണ്. പിന്നെ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഈ 2-3 രാജ്യങ്ങളുണ്ടല്ലോ, ദൈവരാജ്യം, ലോകരാജ്യം, പിന്നെ നരകരാജ്യം. അപ്പം ദുഷ്ടാത്മാവ്, ലോകാത്മാവ്, ദൈവാത്മാവ്. അപ്പോൾ ഈ ഏത് ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നതെന്ന് ഈശോ ചോദിച്ചിട്ടുണ്ട്. പല ആത്മാക്കൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ ഈശോ ചോദിച്ചിട്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നമ്മുടെ ലൂക്കാന്റെ സുവിശേഷത്തിലുണ്ടത്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്. ലൂക്ക 9:55. ലൂക്ക 9:55. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പം അങ്ങനെ ഇതൊരു അപകട മേഖലയാണ്. അതായത് ഏത് വിധത്തിലുള്ള ആത്മാവെന്ന് പറയുമ്പോൾ ആത്മാക്കൾ പലവിധം ഉണ്ടെന്നല്ല വ്യക്തമാകണത്. ഏതാത്മാവാണ്? ഇപ്പം മാതാവ് ചോദിക്കണില്ലേ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ എന്താണ് മാലാഖ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അവിടെ എന്താണത്? പരിശുദ്ധാത്മാവാണ് വരണത്, അത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മുടെ പൗലോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാണ് നയിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകും. അതാണ് ഈ അംബാസഡർ ഇന്നെന്ന് പറയണത്. ദൈവത്തിൻ്റെ അംബാസഡറായ പരിശുദ്ധാത്മാവ് നമ്മളിലുള്ള സമയത്താണ് നമ്മൾ ദൈവമക്കളായിട്ട് മാറുന്നത്. ഇനി നമ്മൾ വേണമെങ്കിൽ ഈശോ പറഞ്ഞ പോലെ പണ്ട് സബദി പുത്രന്മാരുടെ കാര്യമില്ലേ, അവർ സമരിയാക്കാരുടെ തലയിൽ തീയും ഗന്ധകവും വീഴാൻ വേണ്ടിയല്ലേ അധികാരത്തിന് വേണ്ടി ചോദിക്കുന്നത്. അപ്പം നശിപ്പിക്കാനല്ലേ അത്, അവരെ നശിപ്പിക്കുക. അപ്പം നശിപ്പിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാൻ 10:10 എന്താണത്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അപ്പം അത് ഒരു അരൂപിയാണ്, കള്ളൻ്റെ അരൂപി, ദുഷ്ടൻ്റെ അരൂപി, പൈശാചിക അരൂപി. ഇപ്പം നമ്മൾ കുറേ സംഭവം കണ്ടില്ലേ, പൈശാചിക അരൂപിയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ ഇത് കൂടാതെ എന്താണ്, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന് ഈശോ പറഞ്ഞ 14:17 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവും ഉണ്ട്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മളിൽ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ്. ഈ ആത്മാവ് നമ്മളെ നയിച്ചില്ലെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതം ഇല്ല. അങ്ങനെ ആത്മീയ ജീവിതം ഇല്ലാത്ത ഒരു തുര്യ സ്റ്റേജ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതിന് പകരം ആത്മീയ ജീവിതം ഇല്ല എന്നുണ്ടെങ്കിൽ ലൗകിക ജീവിതം ശക്തിപ്പെട്ടിരിക്കും. ലൗകിക ജീവിതം മൂത്ത് വരുമ്പോഴാണ് നരക ജീവിതം തുടങ്ങുന്നത്, പൈശാചിക ജീവിതം. അപ്പോൾ ഇതിൻ്റെ വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല എന്ന് പകരം ലോകാത്മാവാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോണ എന്താണ്? പരിശുദ്ധാത്മാവ് കിറ്റാകും. ഉടനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകും. അത് വിട്ടുപോകുമെന്ന് പറയാൻ കാര്യം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. എഫേസ്യർ 4:30 വായിച്ചു. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അംബാസഡർ അപ്പം തന്നെ പോകും. ലോകരാജ്യമാണ് ഇവിടെയെന്നുണ്ടെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് നിൽക്കത്തില്ല. നിങ്ങൾ ആമ്പായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചാലും എല്ലാം കണക്കാണ്. അതായത് ഒത്തിരി ആൾക്കാർ പറ്റിപ്പിൽ ജീവിക്കുന്നുണ്ട്. കാര്യം പരിശുദ്ധാത്മാവ് ഇല്ല, പിന്നെ എന്താണ് നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണേ? ഹൗ കാൻ യു റിസീവ് ഇറ്റ്? അത് പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെ അറിയണത്? ഈശോ ചോദിച്ചില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണത്? അപ്പോൾ ആ അരൂപി എന്ന് പറഞ്ഞത് കൊല്ലാനും നശിപ്പിക്കാനുള്ള അത് അരൂപിയാണെങ്കിൽ ദുഷ്ടൻ്റെ അരൂപിയല്ലേ വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതത്തിന് നല്ല വില കൊടുക്കാതെ, അത്ര വില കൊടുക്കാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.
അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുക മാത്രമല്ല നിർവീര്യമാക്കരുതെന്നും പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായതുകൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി ആയതുകൊണ്ടാണ് നിർവീര്യമാക്കരുതെന്ന് പറയണത്. കാര്യം 1 തെസ്സലോനിക്കർ 5:19 എടുത്തേ. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതിൻ്റെ അർത്ഥം കണ്ടാ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമുക്ക് വേണമെങ്കിൽ നിർവീര്യമാക്കാവുന്ന അതിൻ്റെ അർത്ഥം. പല അണ്ണന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. അവർ ലോകാരൂപിയിൽ ജീവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ജീവിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഓട്ടോമാറ്റിക്കലായിട്ട് നിർവീര്യമാകും. പിന്നെ പരിശുദ്ധാത്മാവ് നിർവീര്യമായ സ്ഥിതിക്ക് പിന്നെ ഒന്നും ആ വ്യക്തിയിൽ നിന്ന് പ്രതിച്ചിട്ട് കാര്യമില്ല. ആ വ്യക്തി നന്മകളൊക്കെ ചെയ്യുമായിരിക്കും. അത് ആൾ കളിക്കാനും വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയുള്ള ലോകാരൂപിയുടെ തന്നെ മറ്റൊരു അഭ്യാസമായിരിക്കും. ദൈവമായിട്ട് ചിലപ്പോൾ അതിന് ബന്ധമുണ്ടാകത്തില്ല. ദൈവമായിട്ട് ബന്ധമില്ലാത്ത നന്മ പ്രവൃത്തികളെന്ന് പറയണത് ഹൃദയമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയും അല്ല എന്നുണ്ടെങ്കിൽ വണ്ടി പാളത്തിൽ കൊണ്ടുവന്ന് തിരുക്കുമാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2019 ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും ചെയ്യുവാൻ പറ്റിയില്ല. പിന്നെ 2023 ഞാനത് പുതുക്കി. പേര് റോസമ്മ റോയി, മോൻ്റെ പേര് റോണി റോയി, കറിക്കാട്ടർ സെൻറ്റ് ജെയിംസ് ഇടവകയാണ്. 2019 ഉടമ്പടി എടുത്തത്. അത് പൂർണ്ണമായിട്ടും എനിക്ക് അത് സാധിക്കാൻ പറ്റിയില്ല. അതിലെ നിയോഗങ്ങളൊന്നും പാലിക്കാൻ പറ്റിയില്ല. പിന്നെ 2023 വീണ്ടും പുതുക്കി. കാരണം എൻ്റെ മോന് ജോലിയില്ലായിരുന്നു, അവൻ PG കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ അടുക്ക പോയി ഉടമ്പടി പുതുക്കാം, അമ്മ അപ്പം എന്തെങ്കിലും കാണിച്ചു തരും മോന് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം അവന് IELTS എഴുതി പാസ്സാകാൻ പറ്റിയില്ല. അപ്പോൾ UK പോകാനോ എവിടെയെങ്കിലും പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നമുക്ക് IELTS ഇല്ലെങ്കിലും മാതാവ് നിന്നെ കൊണ്ടുപോകും, അമ്മയ്ക്കും തിരുക്കുമാരനും അതിനുള്ള ശക്തിയുണ്ട്. അങ്ങനെ അവൻ UK ഒരു യൂണിവേഴ്സിറ്റിയിൽ IELTS ഇല്ലാതെ അവന് ഒരു അഡ്മിഷൻ കിട്ടി. ആ അഡ്മിഷന് പൈസയും എല്ലാം അടച്ച് നമ്മൾ കഴിഞ്ഞ MSc EVS ആയിരുന്നു. ഞങ്ങൾ 8 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ആ ഇത് തരാൻ പറ്റത്തില്ല. അപ്പം ഞാനിവിടെ വന്ന് ഓടി അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ മോൻ്റെ തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു നിനക്ക് മാതാവ് കാണിച്ചിരിക്കുന്നത് എല്ലെന്ന് പറഞ്ഞ കോഴ്സാണ്. അപ്പം മോൻ പറഞ്ഞു അമ്മേ എനിക്കതിൻ്റെ എല്ലെന്ന് പറയുന്ന കോഴ്സിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഞാനത് പഠിച്ചിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന്, എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്, അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ വിളിച്ച് പറഞ്ഞു നിനക്ക് ഒരു കോഴ്സ് തരാം, MSc ലോജിസ്റ്റിക്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ലോജിസ്റ്റിക് അതാണല്ലോ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു യൂണിവേഴ്സിറ്റിക്കാർ മുന്നോട്ട് നോക്കി. അങ്ങനെ അവന് UK പോയി ചെല്ലുമ്പോഴും അവിടെ തടസ്സങ്ങളായിരുന്നു. അവന് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി. 1 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവനെ 1 മാസം അവർ ഡിസ്മിസ് ചെയ്തു. ഇങ്ങനെയെങ്കിലും ഞാൻ ഓടി എന്ത് പ്രശ്നമെന്നാലും അമ്മയുടെ അടുക്ക വരും. അമ്മയുടെ അടുക്ക വന്ന് പ്രാർത്ഥിച്ച് പോയി ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ നീക്കുപോക്കുകൾ ഉണ്ടാകും. പിന്നെ അവന് ആ മാസം തന്നെ അവർ ശമ്പളത്തോടു കൂടി വീണ്ടും അവന് പാർട്ട് ടൈം ജോബ് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവന് അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, അവന് കോഴ്സ് പഠിച്ചു കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും അവൻ്റെ ഒരു സപ്ലി വന്നു. അത് കാരണം അവനത് ഗ്രാജുവേഷൻ കറക്റ്റ് സമയത്ത് നടന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു വചനമാണ്, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ലെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വിഷമങ്ങളുണ്ടായ സമയമാണ്. കാരണം മോന് ഇത്രയും രൂപയും ഒക്കെ മുടക്കി അവന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ചോദിക്കും അമ്മേ ഞാനങ്ങ് തിരിച്ചു വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ തിരിച്ചു വരല്ലേ, നീ പ്രാർത്ഥിക്കും, ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ അന്നേപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ കിട്ടുന്ന സമയമാണേലും പള്ളിയിൽ പോയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കൂട്ടുകാരെല്ലാം ജയിച്ചു പോയി, എനിക്ക് ജയിക്കാൻ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു നല്ലതിന് വേണ്ടിയാണ്, മാതാവ് നിന്നെ നന്മ വരുത്താൻ വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാനും പ്രാർത്ഥിക്കും. അങ്ങനെ അവന് നല്ലൊരു പ്രൊഫസറെ കിട്ടി. ആ പ്രൊഫസർ അവൻ്റെ അടുത്ത
പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം കൊടുത്തു. അവസാനം ഞാനെപ്പോഴും മാതാവിനോട് ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മയുടെ പ്രസൻസ് എനിക്കുണ്ടാവും. അമ്മ ഒരു പ്രാവശ്യം എന്നോട് അടുത്ത് വന്ന് എനിക്ക് മാർക്ക് ഇവന് ജയിക്കാൻ, ഞാനിപ്പം അമ്മയെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മോന് ജയിക്കാനുള്ള മാർക്ക് അമ്മ എനിക്ക് 40 എന്ന് എഴുതി കാണിച്ചു തന്നു. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഇവനോട് സംസാരിച്ചപ്പം ഇവൻ പറഞ്ഞു, അമ്മ എൻ്റെ പ്രൊഫസർ പറഞ്ഞു നീ എത്ര നന്നായി പരീക്ഷ എഴുതിയാലും നിനക്ക് 40 മാർക്കിൽ കൂടുതൽ തരത്തില്ലെന്ന്. അപ്പോൾ അമ്മയുടെ പല പ്രാവശ്യം ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയുടെ പ്രസൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഇന്നത് സാധിക്കുവാനുള്ളതാണ്, ഇന്നത് നടത്തി തരുവാനുള്ളതാണെന്ന് അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മോനത് പാസ്സായി. പിന്നെ അവന് PSW 2 വർഷം അവിടെ കിട്ടുവാനുള്ള സ്റ്റേബായി കിട്ടി. പിന്നെ അവൻ ആമസോണിൽ തന്നെ വർക്ക് ചെയ്യുകയായിരുന്നു. എങ്കിലും അവിടെ നിന്ന് അവർ വിസ കൊടുക്കുകയില്ല. പിന്നെ വർക്ക് വിസയ്ക്ക് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പിന്നെ അവൻ ആമസോണിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി അവൻ പിന്നെ ഒരു കെയർ ഹോമിലാണ് കയറിയത്. കെയർ ഹോമിൽ ഒരു 4 മാസം വർക്ക് ചെയ്തപ്പോഴും അവർ പറഞ്ഞത് നിനക്കവിടെ വർക്ക് വിസ ഒന്നും തരത്തില്ല. പിന്നെ മോന് കാരണം അവനന്നപ്പോൾ ഒരു വണ്ടി, അതിനിടയ്ക്ക് വണ്ടി എടുത്തെന്ന് വെച്ചാൽ അവിടെ ലൈസൻസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടമ്മേ എന്ന് പറഞ്ഞു. അപ്പം അതിന് പിന്നെ ലൈസൻസ് കിട്ടണം. പല പ്രാവശ്യം അവൻ ആ ലൈസൻസിന് വേണ്ടി ശ്രമിച്ചെങ്കിലും ലൈസൻസ് കിട്ടിയില്ല. ഞാനൊക്കെ അപ്പം ഇരുന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും, എന്ത് വന്നാലും ഞാൻ ഇവിടെ ഓടി വരും. അമ്മയുടെ അടുക്ക വന്ന് അമ്മ എൻ്റെ മോൻ ഇന്നതാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അമ്മ എനിക്ക് സാധിച്ചു തരും. അവൻ അവിടെ ഇരുന്ന് ഓരോ ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഞാൻ അതെല്ലാം ഇവിടെ ഇരുന്ന് അമ്മയുടെ കാശുരവും തൈലവും തിരിയെല്ലാം കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഏത് ഇതിന് പോയാലും അവൻ എന്നോട് പറയും, അമ്മ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞിട്ടേ അവൻ ഏത് കാര്യത്തിനും പോകുകയുള്ളൂ. അങ്ങനെ അത് പോയിട്ട് വരുമ്പോൾ എല്ലാം നല്ല പോസിറ്റീവായിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് മോന് പിന്നെ കെയർ ഹോമിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ അവിടെ പോലും ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. പിന്നെ ഉള്ളത് അവസാനം അവൻ്റെ ഒരു കൂട്ടുകാരൻ മോൻ ചെന്നപ്പോഴേ അവിടെ ജീസസ് യൂത്തിലായിരുന്നു. അപ്പോൾ അവർ ജീസസ് യൂത്ത് ജോലി ഉള്ള ഒരു പയ്യൻ പറഞ്ഞു അവൻ്റെ കമ്പനിയിൽ ഇന്ന ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു, എൻ്റെ പേര് റോണി. 2024 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. UK എന്നൊരു ലീവിന് വന്നപ്പോഴാണ് എടുത്തത്. അതിനുശേഷം ജോബ് ഹണ്ടൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കെയർ ഹോം തന്നെ നോക്കി, പക്ഷേ കെയർ ഹോമിലൊന്നും എനിക്ക് ജോബൊന്നും ശരിയാകുന്നില്ല. അപ്പോഴും ഞാൻ ഉടമ്പടി അനുസരിച്ച് പ്രാർത്ഥനകളെല്ലാം ചെല്ലുമായിരുന്നു. പിന്നെ ചെറിയ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നടത്തുമായിരുന്നു. അത് കഴിഞ്ഞിരിക്കെ ഇങ്ങനെ 90 ദിവസം കഴിഞ്ഞ് ഉടമ്പടിയുടെ എല്ലാം കഴിഞ്ഞിട്ടും ഞാൻ പ്രാർത്ഥന എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോളോ ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്ത് ഇങ്ങനെ കെയർ ഹോമിലൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോയി തിരിച്ച് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നിനക്കിതുപോലെ എൻ്റെ കമ്പനിയിൽ ഇതുപോലെ ഒരു വേക്കൻസി ഉണ്ട്. അത് അമ്മ പറഞ്ഞ പോലെ ജീസസ് യൂത്തിലായിരുന്നു അവനുമായിട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അവർ വിളിച്ചു, ഒക്ടോബർ 6-ാം തീയതി ജോയിൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ സൈഡിൽ നമ്മുടെ തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിസയുടെ കാര്യം അപ്പോഴൊന്നും അവർ കൺഫേം പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ പോയെന്നാൽ ഏതാണെങ്കിലും നല്ലൊരു ജോലിയാണ്, ഫീൽഡ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു ജോലി. അപ്പം അവിടെ പോയി ജോലി ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഒരു പൈസ പോലും മുടക്കാതെ. സാധാരണ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് ഒരു 10 ലക്ഷം രൂപ ചോദിക്കും, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ചോദിക്കും. ഒരു പൈസ പോലും മുടക്കിയില്ല. എനിക്ക് പ്രയോറിറ്റി വിസ എടുത്ത് അവർ തന്ന് 5 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ കിട്ടി. എൻ്റെ വിസ വീരുന്നതിന് 10 ദിവസം മുമ്പ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇവിടുന്ന് കിട്ടുമ്പോഴേ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ കൊടുക്കുമായിരുന്നു. പിന്നെ സ്റ്റാൻഡിലൊക്കെ പത്രം എപ്പം കിട്ടിയാലും അപ്പോൾ എല്ലാം സ്റ്റാൻഡിലൂടെ കൊടുക്കുമായിരുന്നു. പിന്നെ ഭക്ഷണം ചോറും പൊതി കെട്ടി എവിടെയൊക്കെ ഉണ്ടോ വഴിയേരി ഇരിക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ ചെന്ന് അവരെ കുളിപ്പിക്കുകയും നഖം വെട്ടി ഒക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് തൈലം പുരട്ടി എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഈ തൈലം പുരട്ടി അത് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. പിന്നെ എൻ്റെ അനിയന് വിവാഹം നടക്കുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ ആ നിയോഗത്തിൽ പ്രാർത്ഥിച്ചായിരുന്നു. അവന് വിവാഹം നടന്നു. ഈ കഴിഞ്ഞ മാസമായിരുന്നു. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം കോടാനുകോടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം.
ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് റോസമ്മ റോയ് മണിമല തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയിൽ ഈ അമ്മയുടെ നിയോഗമെന്ന് പറയുക ഈ മകൻ്റെ ജോലി സംബന്ധമായ കാര്യം തന്നെയായിരുന്നു. ഇവിടെ ആയിരുന്നപ്പോൾ അച്ഛനെ കാണുകയും അച്ഛനിലൂടെ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്നുള്ള സൂചന ലഭിക്കുകയും അതിനെ തുടർന്ന് പുറത്തേക്ക് പോവുകയും നിരവധിയായ കടമ്പകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്നതിൻ്റെ അനുഗ്രഹഫലമാണ് ഈ മകന് ഉന്നതമായ നല്ലൊരു ജോലി ലഭിക്കുകയും അത് അവിടെ പൂർണ്ണമായിട്ടും യാതൊരു വിധത്തിലുള്ള സാമ്പത്തികമായ ഒന്നും കൊടുക്കാതെ കൊണ്ട് തന്നെ ഈ മകൻ്റെ പ്രവൃത്തിയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവർ നല്ലൊരു ജോലി നൽകുകയൊക്കെ ചെയ്തത്. ഈ അമ്മയുടെയും മകൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു അനുഗ്രഹം എന്ന് പറയുക പരിശുദ്ധ അമ്മയെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുക എന്നതാണ്. ഈ അമ്മയുടെ പ്രാർത്ഥന മകൻ അവിടെ ധൈര്യം നൽകുകയും ആ ധൈര്യം തന്നെയാണ് ഈ മകൻ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാനും ഉടമ്പടി എടുത്തുകൊണ്ട് പരിശുദ്ധ മാതാവിനെ സ്വന്തമാക്കിക്കൊണ്ട് അവിടെ നല്ല രീതിയിൽ തൻ്റെതായ രീതിയിൽ പ്രാർത്ഥനയിലേക്ക് അയക്കുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തത്. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇനി മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ജീവിക്കാൻ പരിശുദ്ധ മാതാവും ഈശോ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെയും ഇത് കേൾക്കുന്ന നമുക്കും നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷികൾ മാറ്റാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിൽ ഞാൻ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻസി. ഞാൻ ഹരിപ്പാട് കരുവാറ്റയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സാമുവൽ വർഗീസ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി 3-നാണ്. ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വീട്ടിലെ രോഗങ്ങളുടെ കാര്യങ്ങളും മൂലമാണ്. ഉടമ്പടി എടുത്ത 6 മാസത്തിന് ശേഷം എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് കിട്ടി. അതിൽ ഡയറക്റ്റ് ലിങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തു, ജോലി ലഭിച്ചു. ഞാൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യാൻ പോയത്. ജോലിയുടെ പ്രോസസ്സിങ് 9 മാസമുണ്ടായിരുന്നു. ഈ 9 മാസത്തെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഇത്രയും താമസിക്കുന്നത് ഞാൻ പ്രത്യക്ഷീകരണ ഉടമ്പടി നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരു ദിവസം കിടന്നപ്പോൾ രാത്രിയിൽ മാതാവിൻ്റെ ദർശനമുണ്ടായി. കലണ്ടറിലുള്ള മാസങ്ങൾ എനിക്ക് കണ്ടുവന്നു. ഒക്ടോബർ, ഡിസംബർ, ഏപ്രിൽ മാസങ്ങളായിരുന്നു ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഒക്ടോബർ 1-ന് എനിക്ക് ഓഫർ ലെറ്റർ വരികയും ഡിസംബർ 7-ൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റസ്റ്റ് ചെയ്യുകയും മാർച്ച് 4-ന് വിസ വരികയും എനിക്ക് ഏപ്രിലിൽ തന്നെ പോകാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ കുവൈറ്റിലെത്തി. കുവൈറ്റിലും ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് അവിടെ അഖണ്ഡ ജപമാലയിൽ മുടങ്ങാതെ പങ്കെടുത്ത് ഞാൻ അവിടുത്തെ നിന്ന് പ്രത്യക്ഷീകരണ കാർഡും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ അവിടുത്തെ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറി എനിക്കവിടെ പതുക്കെ പിടിച്ചു നിൽക്കാൻ പറ്റി. 9 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻ്റായ വേറൊരു സ്ഥലത്തേക്കും ജോലി കിട്ടി. എനിക്ക് അങ്ങനെ ഇരിക്കെ എനിക്ക് വീട്ടിലേക്ക് വരാനുള്ള വെക്കേഷൻ്റെ സമയമായപ്പോൾ അവിടെ ഭയങ്കര യുദ്ധമുണ്ടായി. ഏപ്രിൽ 2-നാണ് ഞാൻ വരാനിരുന്നത്. ഫെബ്രുവരി 28 മുതൽ യുദ്ധമുണ്ടായി. മാർച്ച് 13 മുതൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 ദിവസം 33 പ്രാവശ്യം ചൊല്ലാമെന്ന് തീരുമാനിക്കുകയും ഞങ്ങൾ ചൊല്ലുകയും ചെയ്തു. അങ്ങനെ മെയ് മാസം ആദ്യമായപ്പോൾ യുദ്ധം അവസാനിക്കുകയും ആ ഫ്രണ്ടിന് പോകാനിടയാവുകയും ചെയ്തു. ജൂൺ എനിക്ക് ജൂണിലാണ് ജോലിക്കുള്ള ലീവ് കിട്ടിയത്. പക്ഷേ അപ്പോഴും 1-2 ആഴ്ച മുമ്പേ എനിക്ക് വീണ്ടും യുദ്ധം ആരംഭിച്ചു. വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു. എയർപോർട്ട് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അപ്പോഴും ഞാൻ അഖണ്ഡ ജപമാല പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് രാത്രിയിൽ ഒരു ദർശനമുണ്ടായി.
ഞാൻ 12 എന്നുള്ളൊരു ഡേറ്റിൽ 350 എന്ന സംഖ്യയും 12 എന്നുള്ള ഡേറ്റും കാണുകയും ഒരു ബസ്സിൻ്റെ സീറ്റിൽ ഞാൻ നടുക്കിയിരിക്കുന്നതായും സ്വപ്നം കണ്ടു. അങ്ങനെ 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ് എയർപോർട്ട് ഓപ്പൺ ചെയ്യുകയും 12-ാം തീയതി 300K-യും 351 എന്ന ഫ്ലൈറ്റിൽ എനിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. ഞാൻ ഫ്ലൈറ്റിൻ്റെ നടുക്കിരുന്നാണ്, വളരെ നടുക്ക് തന്നെ ഇരുന്നാണ് യാത്ര ചെയ്തത്. ഇത്രയും തന്ന നന്മകൾ നൽകിയ ദൈവത്തിന്, മാതാവിനും കൊടാനോടി നന്ദി. എൻ്റെ ഭർത്താവിനെ ഉടമ്പടിയിൽ ചേർക്കാൻ എനിക്ക് സാധിച്ചു. ഉടമ്പടി എടുക്കാനിരുന്ന ഭർത്താവിനെ എനിക്ക് ഉടമ്പടിയിൽ ചേർക്കാൻ സാധിച്ചു. എൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ ഗ്ലോക്കോമയ്ക്ക് ആശ്വാസം കിട്ടി, നോർമലായി. ഗ്ലോക്കോമ കൂടുതലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇപ്പോൾ നോർമലായി തന്നെ നിലനിൽക്കുന്നു. എൻ്റെ പേര് സാമുവൽ. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, വൈഫ് ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുവൈറ്റിലേക്കുള്ളൊരു ഓഫർ വന്നതും അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നാട്ടിലൊരു ജോലിയുണ്ട്, അത് കളയാതെ 5 വർഷത്തേക്ക് മറ്റു ലീവ് എടുത്ത് വേണമെങ്കിൽ പോയിക്കോ, തുടർച്ചയായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഞാൻ നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഈ പ്രോസസ്സ് ആരംഭിച്ചത്. അപ്പം 9 മാസത്തെ ഒരു പ്രോസസ്സാണെങ്കിലും ഇപ്പം വളരെ പെട്ടെന്ന് ഇദ്ദേഹം ഉടമ്പടിയിലൂടെ വളരെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടിൽ ജോലിയുണ്ട്, പ്രശ്നമില്ല, അങ്ങനെ ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഉടമ്പടിയിലൂടെ അത് നേടിയെടുത്തു. അങ്ങനെ 3 മാസം ഒരു വിസ വന്നു. 3 മാസത്തെ വിസയാണ് വന്നത്. 3 മാസത്തിനുള്ളിൽ കയറി പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ലീവ് പേപ്പറൊക്കെ റെഡിയാണ്, മെഡിക്കലെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ ലീവിന് അപ്ലൈ ചെയ്യാം. ലീവ് പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ഓഫീസിലെ സൂപ്രണ്ട് എൻ്റെ ഒരു പരിചയക്കാരനാണ്. പുള്ളിയോട് പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കി തരാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ഇത് നേടിക്കൊണ്ട് ഞാനിത് ലീവിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. പുള്ളി പറഞ്ഞു, ഇത് ഒരു 3 മാസം ഇനിയും കാലാവധി ഒരു പ്രോസസ്സുണ്ട്, അതുകൊണ്ട് ഈ ലീവ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ ഇതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുന്നതല്ല, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലീവ് സാക്ഷനായി വന്ന് നിങ്ങളുടെ അവിടുത്തെ 3 മാസത്തെ വിസയുടെ കാലാവധിയും കഴിഞ്ഞ് പിന്നെ ലീവ് ക്യാൻസൽ ചെയ്യാൻ നടക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇത് ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇപ്പോൾ പറഞ്ഞു, ശരി, വേറെ മാർഗ്ഗമൊന്നുമില്ല. തിരിച്ചു വന്ന് വീട്ടിൽ വന്നപ്പം വൈഫ് പറഞ്ഞു, ഞാനൊരു ഇവിടുത്തെ ലോക്കറ്റുണ്ട്, ആ ലോക്കറ്റ് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നാളെ ഒന്നും കൂടെ പോയി അദ്ദേഹത്തോട് പറയുക, ചോദിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം പറഞ്ഞതല്ലേ എന്ന് എഴുതി വീണ്ടും പിറ്റേ ദിവസം ഈ ലോക്കറ്റുമായി അവിടെ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യം വീണ്ടും പറഞ്ഞു, സാറേ അത്യാവശ്യമാണ്, ഇതെങ്ങനെ സാധിച്ചു തരണം. അപ്പം പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ഒരു 3 മാസം എടുക്കും. അപ്പം ഈ വിസയുടെ കാലാവധി ഇനി 1 മാസമേ ഉള്ളൂ, അപ്പം തീരുവത് പോകാൻ നടക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ചെയ്യാം, ഇതിൻ്റെ കുഴപ്പമൊന്നും. ഡയറക്ടർ ഈ മാസം കഴിഞ്ഞ 2025 മെയ് മാസത്തിൽ റിട്ടയർ ആവുകയാണ്. പുള്ളി ഓൾറെഡി ലീവിലാണ്, ഇനി 30-ാം തീയതി വരികയുള്ളൂ. അപ്പോൾ 27-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസലാവും. അപ്പോൾ ഇദ്ദേഹം 30-ാം തീയതി വരികയുള്ളൂ. അതുകൊണ്ട് ഇത് എത്രമാത്രം പോസിബിളാണെന്ന് എനിക്കറിയില്ല. എങ്കിലും നീ പറഞ്ഞുകൊണ്ട് ഇത് പേപ്പർ വിടാം, ബാക്കി എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഇത് കൈകാര്യം ചെയ്തോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരി സാറേ, അത് വിടാൻ പറഞ്ഞു. എന്നിരുന്നാലും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഡയറക്ടർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, നിൻ്റെ ആപ്ലിക്കേഷൻ അദ്ദേഹത്തിൻ്റെ മേശയിൽ എത്തിയിട്ടുണ്ട്, അദ്ദേഹം അത് സൈൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ഗവൺമെൻറ്റിലേക്ക് പോയാൽ മതി, അതും ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിസ തീരുന്നതിന് ഏകദേശം ഒരു 5 ദിവസം മുമ്പ് ലീവ് സാങ്ഷനായി കിട്ടുകയും അങ്ങനെ ഇദ്ദേഹം പോവുകയും ചെയ്യുകയായിരുന്നു. ഈ ഒരു സംഭവം, അതായത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കാര്യം ഒരാൾ റിട്ടയർ ആകാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേപ്പറിലും അദ്ദേഹം സൈൻ ചെയ്യത്തില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഇത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതും പ്രകാരം ഞാനിതിങ്ങനെ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഇത് സാധിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കുമെന്ന്. അതിന് പ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. കുടുംബത്തിൽ വളരെ ഐശ്വര്യമുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനയിലൊക്കെ കുട്ടികളെയൊക്കെ ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായി നേരത്തെ മുതൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്.
ഇപ്പം അതൊന്നുകൂടെ കൂടുതൽ പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ രോഗികളെ എല്ലാ ആഴ്ചകളിലും രോഗികളുടെ വീടുകളിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും പിന്നെ അതേപോലെ എന്തെങ്കിലും മെഡിസിൻസ് ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടേഴ്സിനെ കാണണമെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ കൃത്യമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തപ്പം അത് കൂടുതൽ ആഴമേറിയ ഒരു ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും എനിക്കും കുടുംബത്തിനും സാധിച്ചു. ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഈശോയ്ക്ക് നന്ദി, മാതാവിന് നന്ദി. അതുപോലെ കൃപാസനം പത്രം എല്ലാ ആഴ്ച ഇദ്ദേഹം എല്ലാ ഉടമ്പടിയിലുള്ള സമയത്തെ മെഡിക്കൽ കോളേജുകളിൽ വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാ വീടുകളിലും എൻ്റെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന പ്രദേശത്തുള്ള വീടുകളിൽ കൊണ്ടുപോയി ഈ പത്രം കൊടുത്ത് അവരുടെ കാര്യം പറഞ്ഞ് അവിടെ കുവൈറ്റിൽ ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ പോകും. ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഡെയിലി ബ്രെഡ് എന്നും കണ്ടിട്ട് സ്റ്റാറ്റസായിട്ടിടും. ഉടമ്പടി ധ്യാനം ഫേസ്ബുക്കിലും ഇടും. പ്രത്യക്ഷീകരണ കാർഡ് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. അമ്മ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ എൻ്റെ സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന്. അപ്പോൾ ആകാത്ത സമയമാക്കിയ അമ്മയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും കുടുംബ പ്രശ്നങ്ങളായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും എന്ത് പ്രതിസന്ധികളായാലും ആകാത്ത സമയമാക്കി തരുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. സമയത്തിന് മേൽ സ്വാധീനമുള്ള അമ്മ. ആ അമ്മയുടെ ഒരു വലിയ ഇടപെടലിൽ കൂടെയാണ് ഈ മോൾക്ക് കുവൈറ്റിൽ പോകാൻ സാധിക്കുകയും പിന്നീട് പ്രാർത്ഥനയിലൂടെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. 3 മാസത്തിനുള്ളിൽ ഒരു ലീവ് കിട്ടാനും പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ രീതിയിലും ഈശോ അമ്മയും ചേർന്ന് നിന്നാണ് ഈ മകളുടെ കാര്യത്തിൽ ഇടപെടുകയും ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ ആലയത്തിൽ വന്നിരിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജീവിതത്തിൽ അസാധ്യമായിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾക്ക് പരിശുദ്ധമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകളോ നിരാശകളോ പരാജയങ്ങളോ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തിന് വിധേയമായി ജീവിക്കുമ്പോൾ അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ നമ്മുടെ ജീവിതയാത്ര, അതായത് ആത്മീയ യാത്ര, പ്രത്യേകിച്ചും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ജീവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നമ്മളെയും മാറ്റണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ബിൻസി ചാക്കോയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് ഞാൻ മാതാവിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ മാതാവിനോടും ഈശോയോടും സർവശക്തനായ ദൈവത്തോടും നന്ദി പറയുന്നു. എൻ്റെ പേര് റോജൻ. ഞാൻ തൃശ്ശൂർ രൂപതയിൽ നിന്നുള്ള അരനാട്ടുകര എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ബിസിനസ്സാണ്. ഫാമിലി, വൈഫ്, 2 മക്കൾ, അമ്മ. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു. അപ്പം അമ്മയുടെ പ്രാർത്ഥനയും ഇതൊക്കെ കണ്ടതിന് ശേഷം ഒരു ദിവസം എനിക്ക് തോന്നി ഉടമ്പടി എടുക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പ്രത്യേക ഒരു കാരണമൊന്നും ഉണ്ടായിരുന്നില്ല, കൂടുതൽ മനസ്സിലാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ അമ്മയുടെ കൂടെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു ഉടമ്പടി ക്ലാസ്സിൽ ഇരുന്നപ്പോഴാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു 3 മാസത്തെ ഒരു പ്രോസസ്സല്ല, അത് ഒരു വേ ഓഫ് ലൈഫാണെന്നുള്ള കുറച്ച് ഐഡിയകൾ അപ്പോഴാണ് കിട്ടിയത്. പിന്നീട് ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷമാണ് ഇത് ഒരു ദൈവത്തിൻ്റെ ഒരു മരിയൻ ഉടമ്പടി ഒരു വലിയൊരു വാഗ്ദാനമാണ് എന്നുള്ള കാര്യം കൂടുതൽ മനസ്സിലാക്കിയത്. ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ആത്മീയമായും സ്പിരിച്വലായിട്ടും ഉയരുവാനും പ്രാർത്ഥനയിൽ ഉയരാനും അതുപോലെ തന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സ് തന്നെ മാറാൻ തന്നെ നമുക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫ് തന്നെ, എൻ്റെ ഫാമിലി ലൈഫ് തന്നെ അതിന് ശേഷം ഭയങ്കര ചേഞ്ചാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. വളരെ ബ്ലെസ്ഡായി മാറി. ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് എന്താ പറയുക ബ്ലെസ്സിങ്സ്, അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ഞാൻ കഴിഞ്ഞ 2025 ഫെബ്രുവരി 12-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിനുശേഷം എനിക്ക് ഒരു 4-5 മാസം മുൻപ് എനിക്ക് യൂറിനിൽ കൂടി ബ്ലഡ് വരുന്ന ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യണ്ടായി. അത് നോക്കുമ്പോൾ
ശരിക്കും യൂറിനല്ല, കംപ്ലീറ്റ് ബ്ലഡാണ് പോയിരുന്നത്. അപ്പോൾ 2 ദിവസം ഞാൻ അത് വെയിറ്റ് ചെയ്തു, അത് തന്നെ എന്തെങ്കിലും ഹീൽ കിട്ടുമെന്ന് കരുതിയിട്ട്. അതിനുശേഷം വീണ്ടും ശക്തമായിട്ട് ബ്ലഡ് വന്നപ്പോൾ ഞാൻ ഒരു യൂറോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്തു. അദ്ദേഹം എല്ലാ ടെസ്റ്റുകളും എഴുതി, ഇൻക്ലൂഡിങ് അബ്ഡമൻ സ്കാനും ബ്ലഡ് ടെസ്റ്റും എല്ലാം എഴുതി, എല്ലാ ടെസ്റ്റും ചെയ്തു, അദ്ദേഹത്തിന് കാണിച്ചു. പുള്ളിയെ നോക്കിയിട്ട് പറഞ്ഞത് ഇത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്, ഇതിലൊരു പ്രശ്നമില്ല, ദ എൻ്റയർ സിസ്റ്റം ഈസ് പെർഫെക്റ്റ്, ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ബ്ലഡ് വരുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞ ആൻസർ, ഇവിടെയാണ് മെഡിക്കൽ സയൻസ് തോറ്റു പോകുന്നതെന്നായിരുന്നു. കാരണം ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇതിനൊരു ആൻസർ ഇല്ല, ഇവിടെയാണ് മെഡിക്കൽ സയൻസ് തോറ്റു പോകുന്നത് പറഞ്ഞു. ഞാൻ പിന്നീട് വേറെ മെഡിക്കേഷനൊന്നും എടുത്തില്ല. ഞാൻ നേരെ വീട്ടിൽ വന്ന് ശക്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണവും സ്വർഗസ്നായും എല്ലാ പ്രാർത്ഥനയും ചെയ്തതിന് ശേഷം ഞാൻ 3 ദിവസം ആ അഫക്റ്റഡ് ഏരിയയിൽ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 5 മാസം പോകുന്നു. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 5 മാസമായിട്ട്. പിന്നെ ബ്ലഡേ വന്നിട്ടില്ല എൻ്റെ ലൈഫിൽ. ഇതാണ് മാതാവ് എനിക്ക് തന്നിട്ടുള്ള വലിയൊരു ഹീലിംഗ് ആയിട്ടാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാത്തൊരു കാര്യം ഒരു ഉടമ്പടി തൈലം ഉപയോഗിച്ച് മാറുമെന്ന് പറയുമ്പോൾ അത് മിറാക്കിൾ തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നീട് എനിക്കുണ്ടായിട്ടുള്ള വേറെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 31 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു ബാഡ് ഹാബിറ്റ്, ഇത് മാറാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ഭൗതികമായിട്ടുള്ള ലൈഫിൽ കൂടെ പോകുമ്പോൾ, പ്രാക്ടിക്കൽ ലൈഫിൽ കൂടെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ വീണ് പോകാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് എനിക്കതിൽ നിന്ന് മോചനം കിട്ടി. പിന്നെ അങ്ങനൊരു ഹാബിറ്റ് ഉള്ളതായിട്ടോ എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ല. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ബാഡ് ഹാബിറ്റ്സ് മാറാൻ ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. അടുത്തതായിട്ട് എനിക്ക് ഞങ്ങൾ 2024 ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. എന്നാൽ ആ വീടൊന്ന് പൊളിച്ച് പുതിയ വീട് പണിയാനുള്ള പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ആർക്കിടെക്റ്റിനെയും അതുപോലെ തന്നെ കോൺട്രാക്ടറൊക്കെ അപ്പോയിൻറ്റ് ചെയ്തു. പിന്നീട് 1 വർഷത്തോളം ഞങ്ങൾ ഈ ഒരു വീടിൻ്റെ പുതിയ പ്ലാൻ വരയ്ക്കുകയും അതിൽ വേണ്ട മാറ്റങ്ങൾ നോക്കുകയും അങ്ങനെ അതിനുവേണ്ടി ഒരുപാട് വീടുകൾ ഞാനും വൈഫ് കൂടി പോയി കാണുകയും 1 വർഷത്തോളം ഞങ്ങൾ വർക്ക് ചെയ്തു. അതിനുശേഷം ആ വീട് പണിയാൻ ഞങ്ങൾ അപ്രൂവലും എടുത്തു. പക്ഷേ വീട് പണി തുടങ്ങാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യാം. മനസ്സുകൊണ്ട് നമുക്കതെന്തോ ഒരു ബ്ലോക്ക് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയത്ത് നമുക്ക് ഒരിക്കൊണ്ടും അത് തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ഈ ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് അത് ഞാൻ ഒന്ന് റീചെക്ക് ചെയ്തു ഈ ഒരു പുതിയ പ്ലാൻ വെച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞാൻ ഉദ്ദേശിച്ചേക്കാളും വലിയൊരു ബഡ്ജറ്റിലേക്ക് ഇത് കടന്നു പോവുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയൊരു ബേർഡനായി മാറും, എൻ്റെ പിന്നങ്ങോട്ടുള്ള ലൈഫിനെ എഫക്റ്റ് ചെയ്ത് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്ത് ചെയ്യണം ആലോചിച്ചപ്പോൾ ഉള്ള വീട് തന്നെ റിനോവേറ്റ് ചെയ്യാന്നുള്ള ഒരു തോട്ടാണ് അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ആ ഉള്ള വീട് തന്നെ വീണ്ടും അതിനെ പ്ലാൻ വരച്ചു, അത് നോക്കി കോൺട്രാക്ടറോട് എല്ലാം സംസാരിച്ചു. അവർ ഓക്കെ പെട്ടെന്ന് തന്നെ അപ്രൂവൽ എടുത്തു. വർക്ക് കഴിഞ്ഞ മെയ് 2025 ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ മെയ് 2026 ഞങ്ങൾ ആ വീട്ടിലേക്ക് മാറി താമസിച്ചു വെഞ്ചേരിയ ശേഷം. അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ വീടിന് ഉദ്ദേശിച്ചിരുന്ന ബഡ്ജറ്റിൻ്റെ ഹാഫ് ബഡ്ജറ്റ്, പകുതി എമൗണ്ടിന് എനിക്ക് ഈ വീട് റിനോവേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. മാത്രമല്ല പുതിയ വീട്ടിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ, ഒരുപാട് സൗകര്യങ്ങൾ കൂടിയാണ് ആ വീട് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ ആദ്യമായിട്ട് ആ വീട്ടിൽ വരുന്ന എല്ലാവരും പറയുന്നത് ഇത് പഴയ വീടെന്നല്ല, ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും പറയുന്നത് പുതിയ വീട് പണിത് തന്നെയാണെന്ന് പറയുന്നത്. സോ ഇത് മാതാവിൻ്റെ ശക്തമായിട്ടുള്ള അനുഗ്രഹമായിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം കരുതുന്നത്. കാരണം പ്രാർത്ഥനയോട് മാത്രമേ നമുക്കൊരു ഡിസിഷൻസ് മാറ്റാനും ശക്തമായിട്ട് മാതാവ് ഇടപെട്ടുകൊണ്ടാണ് നമുക്കങ്ങനെ ഒരു വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചത്. പിന്നെ ഇത് കൂടാതെ ഒരു കാര്യം കൂടി, എൻ്റെ വീടിരിക്കുന്ന ചുറ്റും 2 സൈഡിലും ഞങ്ങൾക്ക് റോഡാണ്. അതുകൊണ്ട് അധികം സ്ഥലമൊന്നുമില്ല, ഒരു 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്കുള്ളൂ. തൊട്ടടുത്ത വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ പുറകിലായിട്ടൊരു കുറച്ച് വഴി, 1 സെൻറ്റ് വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചാലോ അത് കിട്ടിയാൽ നമുക്ക് വളരെ സൗകര്യമായി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ സ്ഥലത്ത് നമ്മൾ മാതാവിൻ്റെ കാശ് രൂപമൊക്കെ വെച്ച് ഉടമ്പടി വസ്തുക്കളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ അവരോട് പോയി ചോദിച്ചു. പക്ഷേ
അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥൻ മരിച്ചിട്ട് ഏകദേശം ഒരു 3 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവരൊരിക്കലും മാനസികമായിട്ട് അങ്ങനെ ഒരു ഡീലിനോ ഒന്നും പറ്റിയിട്ടുള്ള അവസ്ഥയായിരുന്നില്ല. പക്ഷേ ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ, ബട്ട് ഞങ്ങൾക്കിത് കിട്ടുകയാണെങ്കിൽ സൗകര്യമാണ്, വളരെ ഉപകാരമായി സംസാരിച്ചപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം അവരൊരു വില പറഞ്ഞു, ഞങ്ങളും ഒരു വില പറഞ്ഞു. അങ്ങനെ അത് ഒരു തീരുമാനമായി. ഇതിലൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ മരിച്ച ആളുടെ വരുന്ന വീട് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പേരിലേക്ക് മാറ്റണം. അതിനുശേഷമാണ് ഞങ്ങൾക്ക് മാറ്റാൻ. ഒരുപാട് പ്രോസസ് ഓറിയൻ്റായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇതെല്ലാം വളരെ സ്മൂത്തായിട്ട്, എനിക്ക് 1 മാസം പോലും എടുത്തിട്ടില്ല, വളരെ ഫാസ്റ്റായിട്ട് ആ രജിസ്ട്രേഷൻ നടക്കുകയും ആ വഴി ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അത് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കുടുംബം ഒരുമിച്ചിരുന്ന് മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ വെച്ച് വിശ്വാസപ്രമാണവും സ്വർഗസ്നായും ശക്തമായിട്ടുള്ള പ്രാർത്ഥനയിലാണ് മാതാവ് ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു അനുഗ്രഹം തന്നത്. ഇന്നത് വളരെ സൗകര്യമായി ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ബിസിനസ്സാണ്. ഞങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് ഞങ്ങൾക്ക് പല ക്ലയൻസും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഞങ്ങൾക്കെതിരെ വരേണ്ടിയിരുന്ന ഒരു വ്യാജമായിട്ടുള്ളൊരു കേസ്, അത് ഒരു പക്ഷേ നമുക്കത് വളരെ ബുദ്ധിമുട്ടായി മാറേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ശക്തമായിട്ടുള്ള ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഇങ്ങനൊരു കേസ് വരുന്നുണ്ട്, അതിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ളത്. അത് ഒരു തരത്തിലും ആ വ്യക്തി കേസ് വരെ കൊടുക്കാതെ അതിൽ നിന്ന് മാറിപ്പോയി. അത് മാതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. രക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഞാൻ പല ആൾക്കാരെയും മുൻപ് മുതൽ ഞാൻ സഹായിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുക്കും തോറും, നമ്മൾ ബൈബിൾ പറഞ്ഞിട്ടുള്ള പോലെ കൊടുക്കും തോറും അത് വർദ്ധിക്കുന്നതായിട്ട് എൻ്റെ അനുഭവം. അപ്പോൾ കൊടുക്കാൻ ഞാനൊരിക്കലും മടി കാണിക്കാറില്ല. എനിക്ക് ഇപ്പോൾ കൊടുക്കാൻ സിറ്റുവേഷനിലേക്ക് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ആരും അറിയാതെ ഞാൻ സഹായിച്ചു കൊണ്ടിരിക്കും. അതൊരു ഹാബിറ്റാണ് ഇപ്പോൾ. പിന്നെ അത് കൂടാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ സ്കൂളുകളിലൊക്കെ ഡ്രഗ്സ് കഴിക്കുന്ന കുട്ടികളെ റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന ഒരു സംഘടനയുമായി ചേർന്ന് വളരെ എന്താ പറയുക, അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് വളരെ ഭീകരമായിട്ടുള്ള കണക്കുകളാണ് കുട്ടികൾ ഡ്രഗ്സ് കഴിക്കുന്നത്. ആ കുട്ടികളെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന സംഘടനയാണ് അത്. ഒരു സിസ്റ്റേഴ്സ് നടത്തുന്നൊരു ഓർഗനൈസേഷൻ, അതുമായി ചേർന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 8,000 കുട്ടികളെ ഇതുവരെ നമ്മൾ ഡ്രഗ്സ് അഡിക്ഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൃപാസനം പേപ്പർ ഞാൻ എല്ലാ മാസവും ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിലാണ് കൂടുതൽ കൊടുക്കാറ്. ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യും. ഇപ്പോൾ എൻ്റെ അമ്മ കൂടാതെ എൻ്റെ വൈഫും കൂടി ഇപ്പോൾ ഉടമ്പടിയിലാണ്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്കെടുത്ത് പറയാനുള്ളത്, മാതാവ് അനുഗ്രഹിച്ചുകൊണ്ടാണ് എന്നെ ഞങ്ങളുടെ കുടുംബത്തെ ഈ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നത്. ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ പറയുക, ലോകാത്മാവ്, പരിശുദ്ധാത്മാവ്, ലോകാത്മാവ്, ദുരാത്മാവ്, ദുഷ്ടാത്മാവ്. ഇതിൽ ഈ എന്താ പറയുക, പരിശുദ്ധാത്മാവിൻ്റെയും ലോകാത്മാവിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണേ. നമുക്ക് ഉടമ്പടിയുടെ കംപ്ലീഷനിലേക്ക് എത്തണമെങ്കിൽ ചെങ്കടൽ കടക്കണം, അതുപോലെ മരുഭൂമി കടക്കണം, അതുപോലെ തന്നെ ജോർദാൻ കടക്കണം. ഈ ചെങ്കടൽ കടക്കുന്നതോട് കൂടിയാണ് നമ്മളുടെ പാപങ്ങളെല്ലാം നമ്മൾ വിട്ടുപോകുന്ന പറയുന്നത്. അപ്പോൾ ഈ ചെങ്കടലിൽ ഞാൻ കടന്നിട്ടില്ല, കാരണം അത് കടക്കൽ തന്നെ ഒരു പ്രോസസ്സാണ്. പക്ഷേ അത് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. സോ എനിക്ക് ഇത്രയും എൻ്റെ ഫാമിലിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് റോച്ചണ്ടി തറയിൽ തൃശ്ശൂർ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. റോജൻ്റെ വാക്കുകളിൽ തന്നെ എപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ സാധ്യമായിരുന്നുവെന്ന് അത് വാക്കുകളിൽ തന്നെ മുഴുവനായിട്ട് പ്രകടമായിരുന്നു. വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ അനുഗ്രഹങ്ങളെ അക്കമിട്ടുകൊണ്ട് അത് പൂർണ്ണമായിട്ട് നമുക്ക് മുമ്പിൽ അത് പറഞ്ഞു വെക്കുകയായിരുന്നു. സ്വന്തം അമ്മയുടെ കൂടെ ഇവിടെ വരുമ്പോൾ എന്താണെന്നറിയുവാനും എന്നാൽ ഉടമ്പടി എന്ന തിരിച്ചറിവ് അത് 3 മാസത്തെ 90 ദിവസത്തെ ഒരു പ്രോസസ്സിംഗ് അല്ല, മറിച്ചത് തൻ്റെ തന്നെ ജീവിതത്തിലെയും ഓരോ മനുഷ്യരും ജീവിതത്തിലേക്ക് പുതിയൊരു മാതൃക കാട്ടിത്തരുന്നതാണെന്നുള്ള തിരിച്ചറിവിലേക്കാണ് റോജൻ കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു ദൈവിക ആശ്രയത്തിലേക്കും ഉടമ്പടി ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുവാനായിട്ട് സാധിക്കുകയുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ തനിക്കുണ്ടായ ഒരു രോഗസൗഖ്യം എന്ന് പറയുന്നത്
എല്ലാവിധമായ ചെക്കപ്പുകൾ നടത്തിയിട്ടും ഡോക്ടറിനോട് അന്വേഷിക്കുന്നുണ്ട് എന്ത് കാരണത്തിലാണ് ഈ ഒരു യൂറിൻ ഇൻഫെക്ഷൻ്റെ ബ്ലഡ് വരുന്നൊരു കാര്യം മാറാത്തതെന്ന്. എന്നാൽ ചില കാര്യങ്ങൾ മെഡിക്കൽ സയൻസ് പോലും തോറ്റുപോകുമെന്ന് പറയുന്ന രീതിയിൽ കടന്നു വരുമ്പോൾ റോജൻ പൂർണ്ണമായിട്ടും ഉറച്ചു വെച്ചത് പരിശുദ്ധ അമ്മയുടെ നേർച്ച ഉടമ്പടികളോട് തന്നെയാണ്, ഉടമ്പടി വസ്തുക്കളോട്. എന്നാൽ പൂർണ്ണമായിട്ടും ഉറച്ച വിശ്വാസത്തോടും വിശ്വാസ പ്രമാണ പ്രാർത്ഥന ചൊല്ലി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ പൂർണ്ണമായിട്ടും ഉള്ള രോഗസൗഖ്യമാണ് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തൻ്റെ വീടിൻ്റെ റിനോവേഷൻ ചെയ്യുവാനായിട്ട് ഉള്ള വീട് തന്നെ പൊളിച്ച് പുതിയത് പണിയാനുള്ള താല്പര്യമായിരുന്നുവെങ്കിലും എന്നാൽ എവിടെ നിന്നോ പരിശുദ്ധ അമ്മയുടെ ഇടപെടലായിരിക്കാം, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ് ഉള്ള വീടിനെ തന്നെ കൂടുതലായിട്ട് റിനോവേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക ചെയ്തത്. അത് പുതിയൊരു വീട് വെക്കുന്നതിൻ്റെ ബഡ്ജറ്റിൻ്റെ പകുതി മാത്രമാണ് ഇപ്പോഴുള്ള വീട് പൂർണ്ണമായിട്ടും അത് പണിഞ്ഞു തീർക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നത്. ഓരോ മനുഷ്യരും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് പുതിയ വീടാണോ എന്ന രീതിയിൽ. ആദ്യമായിട്ട് കാണുന്നവർക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അത് പുതിയ വീടാണെന്ന തരത്തിൽ തന്നെയാണ്. പലപ്പോഴും അനുഗ്രഹങ്ങളൊക്കെ സാധ്യമാകുന്നത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള വ്യക്തമായ ബോധ്യത്തോടെയുള്ള ഉടമ്പടി ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ കടന്നു വന്നോ, വഴിയുടെ പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും അത് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ സമയത്തിൻ്റെ ചുരുക്കത്തിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ റോജൻ എന്ന കുടുംബത്തിന് അത് പൂർണ്ണമായിട്ടും അനുഭവിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് അനുഭവവേദ്യമാകുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തു. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് നമുക്ക് നന്ദിയുള്ളവരാകാം. ഇനിയും റോജൻ എന്ന വ്യക്തിയിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റാൻ ഇനിയും അനുഗ്രഹിക്കണമേ എന്നും, ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റാൻ അനുഗ്രഹിക്കണമേ എന്ന്. സുജാത, ഞാൻ വർക്കല ഇലകമൺ എന്ന ദേശത്തു നിന്നാണ് വരുന്നത്. ഞാൻ 24/11/2023 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ആദ്യമായിട്ടുണ്ടായ അനുഭവമാണ്. ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനൊരു ഹാർട്ടിൻ്റെ 2 ബ്ലോക്കുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് തന്നെ ആശുപത്രിയിൽ അടുത്ത ദിവസം തന്നെ അഡ്മിറ്റ് ആവണം, ആൻറ്റിയോഗ്രാം ചെയ്യണം, 2 ബ്ലോക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കൊണ്ട് എൻ്റെ തലയെ തൊടിയിച്ച് അച്ഛൻ കുരിശ് വെച്ച് തലയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും സൈത്ത് വെച്ച് തൊടാൻ തരുകയും ഞാൻ നെഞ്ചിൽ തൊടുകയും ചെയ്തതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഞാൻ ആശുപത്രിയിൽ പോവുകയും എക്കോ എടുക്കുകയും ECG എടുക്കുകയും TMT ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ഇതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ എന്നെ രക്ഷിച്ച് എനിക്ക് TMT എല്ലാ ടെസ്റ്റുകളും ചെയ്തത്, ആൻറ്റിയോഗ്രാമും ചെയ്തില്ല, എനിക്ക് ഒന്നും ചെയ്തില്ല. എൻ്റെ ജോലിയെന്ന് പറയുന്നത് ഞാൻ ഒരു ഹരിതകർമ്മ സേനയാണ്. അപ്പോൾ 2 കൈയിലും ചാക്കും തൂക്കിയാണ് പോകുന്നത്. ഭയങ്കര കഷ്ടപ്പെട്ട ഒരു ജോലിയാണ്. ആദ്യമെന്ന് വെച്ചാൽ നിസ്സാരമായ പൈസ മാത്രമേ ഞങ്ങൾക്കുള്ളായിരുന്നു. ഇപ്പോഴാണ് നല്ല ശമ്പളമായത്. വീട് പോകുന്ന അനുസരിച്ചാണ് പൈസ. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ ഇത് വന്നപ്പോൾ എനിക്ക് ഈ 2 കൈയിലും തൂക്കിയെടുക്കാനും ഒക്കില്ല, പോവാനും ഒക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയെ വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് എത്ര ഇത് വേണമെങ്കിലും ചെയ്യാം, എത്ര വേണമെങ്കിലും നടക്കാം, എല്ലാം ചെയ്യാം. മറ്റത് നടക്കാനും ഒന്നും പറ്റില്ല. അതേപോലെ തന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. എല്ലാ മാസത്തിലും അച്ഛൻ്റെ ധ്യാനം വന്ന് ഇവിടെ ഒരു ദിവസം വന്ന് കേൾക്കും. അതേപോലെ ഞാൻ ബൈബിള് വായിക്കും അരമണിക്കൂർ. എനിക്ക് ഉപവാസമുണ്ട്. ഉപവാസം എന്ന് വെച്ചാൽ എല്ലാ ശനിയാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. ഉപവാസം വെറുതെ എടുക്കുന്നതല്ല, കാലത്തൊരു ചായ മാത്രമേ കുടിക്കാറുള്ളൂ. അല്ല എനിക്ക് ശരീരം തളർന്ന് വീഴുന്നെങ്കിൽ കുഴയും എന്ന് കണ്ടാൽ മാത്രം ഒരു പഴവും എന്തെങ്കിലും 9 മണിക്കകത്ത് കഴിച്ചിരിക്കും. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് രാത്രി 9 മണിക്കാണ്. എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് ബൈബിളും വായിച്ച്
സുഖമായിട്ട് വന്നിരുന്ന് കുറേ നേരം വിശ്രമിച്ചതിന് ശേഷമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. പക്ഷേ എനിക്ക് യാതൊരു അസുഖവും അതിനെപ്പറ്റി ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ ഞങ്ങളെ പ്രാർത്ഥനയെന്ന് വെച്ചാൽ വെളുപ്പാങ്കാലത്ത് 5:30 ഞാനും എൻ്റെ ഭർത്താവും ഒത്തിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. വൈകുന്നേരത്തും അത് തന്നെ, രാവിലെ അത് തന്നെ, ഒത്താണ് രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഒരു ദിവസവും 1 മിനിറ്റ് താമസിച്ചാൽ എന്നെ വഴക്ക് പറയും. അതനുസരിച്ച് എന്നെ വിളിച്ചുണർത്തിയാണ് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഉപവാസത്തിൻ്റെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അറിയേണ്ടതാണ്, മാതാവ് എൻ്റെ മാതാവിൻ്റെ നീലത്തിരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് 2 മാതാവായിരുന്നു. അത് ആ നീലത്തിരിയിൽ പ്രത്യക്ഷപ്പെട്ട് കറങ്ങുന്ന കണ്ടുകൊണ്ട് എൻ്റെ ചേട്ടനും കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞു, യോ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ആ 2 തിരിയിൽ, ഈ നീലത്തിരിയിൽ ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് കറങ്ങുന്നത് എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടൊന്നും അത് നിൽക്കുന്നില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ശ്രീലേഖ എന്ന് പറയുന്ന ഇവിടെ വരുന്നതാണ്, ഉടമ്പടി എടുത്തതാണ്. എൻ്റെ വീട്ടിന് ഒരു 3-4 വീട്ടിൻ്റെ അപ്പുറത്താണ്. ഞാൻ അങ്ങനെ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് അമ്മയെ കാണണമെങ്കിൽ നീ ഓടി വാ, എൻ്റെ ഫ്രണ്ട് ഡോറ് ചാരിയിട്ടേ ഉള്ളൂ, നീ കയറി വാന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇവള് കയറി വന്ന് നോക്കിയപ്പോഴത്തേക്ക് 2 അമ്മമാരും ആ തിരിയിൽ കിടന്ന് കറങ്ങുകയാണ്. നമ്മൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവൾ അതിൻ്റെ മുമ്പ് മുട്ടുകുത്തി കരഞ്ഞ് അവൾ പ്രാർത്ഥിച്ച്. അങ്ങനെ അത് എനിക്കൊരു പ്രത്യേക അനുഭവമാണ്. അതേപോലെ തന്നെ ഞാൻ ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങിയപ്പോൾ ഞങ്ങളെ വീട്ടിൽ അകത്ത പെയിൻ്റെന്ന് വെച്ചാൽ നീല പെയിൻ്റാണ്. ആ നീല പെയിൻറ്റിൽ രാത്രി 3 മണി 2:50 3 മണി ആവുമായിരിക്കാം. അപ്പോഴും കാണാം, എനിക്ക് എന്തോ തോന്നി, ഞാൻ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കാണാം ആ നീലയിൽ എൻ്റെ മാതാവ് നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ അവിടെ നിന്നും കൊണ്ടൊരു വിളിച്ച് എൻ്റെ ഭർത്താവ് എണീച്ചു വന്ന് കണ്ട്. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവ് കൂടെ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 പേരും ഒത്താണ് പ്രാർത്ഥിക്കുന്നത്. എന്നെ കൈ ഭയങ്കരമായിട്ട് നിൽക്കുന്ന എൻ്റെ ഭർത്താവാണ്. പ്രാർത്ഥനയായാലും എന്ത് കാര്യത്തിലായാലും. പിന്നെ അവർക്ക് കാലിന് നല്ല ഇതില്ലാത്തത് കൊണ്ടാണ്, എന്നാലും ഇവിടെ വരും, എല്ലാ മാസവും ഇവിടെ വരും. ഇവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനവും കേട്ട് തന്നെ പോണത്. അതേപോലെ തന്നെ ഡെയിലി ഞങ്ങൾ ഈ ഡെയിലി ബ്രെഡ് കൂടുന്നതല്ലാതെ എല്ലാ ആഴ്ചയിലും ഇവിടെ വരാൻ പറ്റത്തില്ല. അതിനുള്ള സാമ്പത്തികം നമുക്കില്ല. ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനം വീട്ടിലിരുന്ന് ഒരു ദിവസം കേൾക്കും. അതേപോലെ ഈ ഡെയിലി ബ്രെഡ് കേട്ടതിന് ശേഷം ഞാൻ ഫോൺ കൊണ്ടുവന്ന് എൻ്റെ അടുക്കളയിൽ വെച്ച്, ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് ഫോൺ ഓൺ ചെയ്ത് വെച്ചാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും ആ അച്ഛൻ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതും എല്ലാം അതിലാണ് കാണുന്നത്. ഞാൻ ജോലിക്ക് പോകുന്നവരെ എൻ്റെ ഫോൺ ഓണാക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനമെന്ന് വെച്ചാൽ ഞങ്ങൾ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 3 പേര് കൂടിയാണ് ചോറ് കൊണ്ട് കൊടുത്തത്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയി നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ 3 പേരും 30 പൊതി വീതം വച്ച് കാറിൽ കൊണ്ടുപോയി ഒരു വണ്ടി വിളിച്ചാണ് കൊണ്ടുപോയി പാരിപ്പള്ളി പാമ്പ്രം മെഡിക്കൽ കോളേജിലാണ് കൊടുക്കുന്നത്. അത് 90 പൊതി കൊണ്ട് ചെന്നാലും 200 പൊതി കൊണ്ട് ചെന്നാലും ആ ഹോസ്പിറ്റലിൽ തികയത്തില്ല. അവസാനം ഞങ്ങൾക്കതൊരു സങ്കടമായി. എല്ലാവരും വന്ന് നമ്മളെ തോളിലടിക്കും കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക്. നമുക്ക് ഈ കൊണ്ടുപോകുന്നതല്ലേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ 2-3 തവണ ഞങ്ങളിങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവസാനം ഞങ്ങൾ ഓരോരുത്തർക്കും 100 രൂപ വീതം ഞങ്ങളെ കയ്യിലുള്ള പൈസ കൊണ്ടുപോയി ചോറ് വാങ്ങിച്ച് തിന്നെന്നും പറഞ്ഞ് ഈ തികയാതെ വന്നവർക്ക് ഞങ്ങൾ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ മെഡിക്കൽ കോളേജിലല്ല കൊണ്ടുപോകുന്നത്, അനാഥാലയത്തിലാണ്. അനാഥാലയത്തിൽ കൊടുത്തുകൊണ്ടിരുന്നപ്പം അവർ 25 പേരുണ്ടെങ്കിൽ അവർ പറയും 40 പേരുണ്ടെന്ന്. അപ്പം നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അവർക്ക് പൈസ കൊടുക്കുക. അവർ പറയുന്ന എമൗണ്ട് കൂടുതലാണ്. ഞങ്ങൾ 3 പേര് കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോൾ അനാഥാലയത്തിൽ പോകും. ചെന്ന് അവർക്കെല്ലാവർക്കും തൈലം തൊട്ട് പ്രാർത്ഥിച്ച് കൊടുത്തതിന് ശേഷം ബ്രെഡ്, പാല്, പഴം ഇതെല്ലാം വാങ്ങി വൈകുന്നേരത്ത് അവർക്കുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടു കൊടുക്കും. ഞങ്ങൾ 3 പേരാണ് കൊണ്ടു കൊടുക്കുന്നത്. ചിലപ്പോൾ 2 പേര് കൂടിയായിരിക്കും. ഷെയർ ഇട്ട് പൈസ ഇട്ടാണ് എടുക്കുന്നത്, ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്ക് കൊടുക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല. അതായാൽ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കും. അത് എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ പത്രം ഞാൻ കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ തൈലം തൊട്ട്
വൈകിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പത്രം കൊണ്ടുവച്ച് മൊത്തം പത്രവും പ്രാർത്ഥിച്ചാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത്. അതും പാമ്പ്ര മെഡിക്കൽ കോളേജിലാണ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് എല്ലാവരുടെ അടുത്തും പറയും, നിങ്ങൾ കൃപാസനത്തിൽ പോവുക, നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മ സാധിച്ചു തരുമെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. ഇത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയും അമ്മയുമാണ് നടത്തി തന്നത്. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഞാൻ എവിടെ പോയാലും ഈശോയും അമ്മയും ഇടവും വലവും നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയാൽ എനിക്ക് എല്ലാ കാര്യവും സാധിക്കും. എനിക്ക് ഒരു ബുദ്ധിമുട്ടും എൻ്റെ അമ്മ ഇതേവരെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ അമ്മയിൽ ആശ്രയിച്ചതിന് ശേഷം എനിക്ക് ബുദ്ധിമുട്ടേ ഇല്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോകുന്നു. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായ വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഇന്നത്തെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ ഉടമ്പടിയിലൂടെയാണ് നമ്മൾ ഒരു ശ്രേഷ്ഠ ജനതയായി മാറുന്നത്. ഈശോയുടെ മമ്മിയുടെ സാന്നിധ്യം അടുത്തറിയുന്ന ആ ശ്രേഷ്ഠ ജനതയായി മാറാൻ സാധിക്കുന്ന ഉടമ്പടിയിലൂടെയാണ്. അങ്ങനെ തന്നെയാണ് ഈ സഹോദരി സുജാതയുടെ ജീവിതത്തിൽ ഈശോയുടെ മമ്മയും ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. കാരുണ്യ പ്രവൃത്തികളാണെങ്കിൽ തന്നെയും സ്വയം ചെയ്യുവാനായിട്ട് കൂട്ടുകാരോട് കൂടെ ചേർന്ന് നിന്ന് അനാഥാലയത്തിൽ പോയി ബ്രെഡും പഴവും എല്ലാം മേടിച്ച് കൊടുത്ത് അവരുടെ കൂടെ സമയം ചെലവഴിച്ച് ഈശോയും മമ്മയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവരുടെ ആ തീക്ഷ്ണതയാണ്. ഈശോയുടെ മമ്മയും അടുത്തറിഞ്ഞ നിമിഷം മുതൽ മറ്റുള്ളവർക്ക് വേണ്ടി അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീക്ഷ്ണതയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിലും കാരുണ്യ പ്രവർത്തനത്തിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോയുടെ മമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നാം ഒരു ശ്രേഷ്ഠ ജനതയാവുകയാണ്. ദൈവം സമീപസ്ഥനാവുകയാണ്. ഏത് നിമിഷവും വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും നമ്മൾ ഓരോരുത്തർക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുവാനുള്ള അവസരത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. സുജാത മധുസൂദനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹം, പ്രത്യേകിച്ചും ഈ രോഗസൗഖ്യം സമയ ചുരുക്കത്തിനുള്ളിൽ രോഗസൗഖ്യം നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം. എല്ലാവർക്കും നമസ്കാരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അഭിജിത് കൃഷ്ണൻ എന്നാണ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 24 രൂപ പോയിൻ്റ് അകലെയാണ് എൻ്റെ വീട്. ഞാനൊരു അക്രൈസ്തവനാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നത് 2019 അതിനുശേഷം ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് 22/12/2022 ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്ന ഡേറ്റ് 26/6/2026 എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ഒരു അനുഗ്രഹത്തിൻ്റെ ലെവലിലുള്ള ഒരു സാക്ഷ്യമാണ്. ഇനി എനിക്കൊരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സെമസ്റ്റർ എക്സാം, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് ഓട്ടോമൊബൈലിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. ആ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വയ്യാണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോവുക, മരുന്ന് കഴിക്കുക, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എക്സാം വരുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതൊരു പ്രാക്ടിക്കൽ എക്സാമാണ്, മെക്കാനിക്കലാണ് പഠിക്കുന്നത്, എന്താണെങ്കിലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. 7 എക്സ്പെരിമെൻറ്റുകളുണ്ട്. അതിലേതെങ്കിലും 5 എണ്ണം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. 5 എണ്ണത്തിൽ ഏതാണോ കിട്ടുന്നത് അത് നമ്മൾ ചെയ്യണം. അപ്പോൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ കുറേ പേപ്പറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു പേപ്പറിൽ നിന്ന് നമ്മൾ എടുക്കണം. പേപ്പറിലുള്ള എന്താണോ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അമ്മയോട് തലേ ദിവസം തന്നെ അമ്മയോട് പറഞ്ഞു, രാത്രിയിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും 2ാമത്തെ പേപ്പറേ ഞാൻ എടുക്കുകയുള്ളൂ, 2ാമത്തെ പേപ്പറിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം ഉണ്ടാകണം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് 2ാമത്തെ പേപ്പർ കിട്ടി. എന്താ കിട്ടിയെന്ന് അറിയോ? എൻജിൻ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പാടുള്ള സംഭവമാണ്. 7 കോമ്പോണൻസ് വരെ നമ്മൾ ബുക്കിൽ വരയ്ക്കണം, എക്സാം പേപ്പറിൽ വരച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാവരും എക്സാമൊക്കെ എഴുതാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഞാനിരുന്ന് വരക്കില്ല, ഞാൻ മാത്രം കഴിഞ്ഞിട്ടില്ല, ബാക്കി എല്ലാവരും പോയി. ഈ വയ്യാണ്ട് വെച്ചോണ്ട് ആരോടും പറഞ്ഞിട്ടില്ല, വയ്യാന്നുള്ള കാര്യം പറയാണ്ടാണ് ഈ എക്സാം ഇരുന്ന് എഴുതുന്നത്. എഴുതി കഴിഞ്ഞ് ഒരു സാറ് വന്നിട്ട് ഈ പേപ്പറെല്ലാം വാങ്ങിച്ചുകൊണ്ട് വേറൊരു സാറിനോട് കൊടുത്തിട്ട് പറഞ്ഞത്, നമുക്ക് ദിവനെല്ലാം അങ്ങോട്ടേക്ക് വിടാം. കാരണം അവിടെ 2 എഞ്ചിനുകൾ ഇരിപ്പുണ്ട്. ഒരു എഞ്ചിൻ നല്ല ഭംഗിയുള്ള സിൽവർ പെയിൻ്റ് അടിച്ചാൽ കണ്ടാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നും. അത്ര നല്ല ഭംഗിയുള്ള ഒരു എഞ്ചിൻ അവിടെ ഇരിപ്പുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വൃത്തികെട്ട കാണാൻ ഒന്നും കൊള്ളില്ലാത്ത, വഴുക്കൊക്കെ പിടിച്ച് എണ്ണയൊക്കെ ഒഴിച്ചൊക്കെ ഇരിക്കുന്ന ഒരു കാണാൻ ഒന്നും കൊള്ളില്ലാത്ത ഒരു എഞ്ചിൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു സാറ് പറഞ്ഞു,
ഇവനെ നമുക്കൊണ്ട് ഒരു പിസ്റ്റൺ അഴിപ്പിക്കാം അതെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ എഞ്ചിൻ കിട്ടിയിട്ടുള്ളൂ, ഇത്രയും പാടുള്ള സാധനം എനിക്ക് മാത്രമേ കിട്ടിയത്, എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാം എഴുതാൻ മാത്രമേ അറിയുള്ളൂ, ചെയ്യാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം ഈ വയ്യാണ്ടിരിക്കുന്ന ഞാൻ അതിനകത്തു നിന്ന് ഒരു പിസ്റ്റൺ അഴിച്ച് കാണിച്ചാൽ മതി. ഒരു മെക്കാനിക്കലായിട്ടുള്ള ഞാൻ, നിനക്ക് പിസ്റ്റൺ അടിക്കാൻ അറിയാൻ പാടില്ലടാന്ന് ചിലപ്പോൾ ചോദിക്കാം, അറിയാം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നോട്ട് ബൈ മെറിറ്റാ നിൽക്കുന്നതിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സാറ് പറഞ്ഞ ആ എഞ്ചിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ പിസ്റ്റൺ അഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന്, ടൂൾസ് ഒന്നും ഇല്ലാണ്ട് വാതിക്കെ പോയി ഇങ്ങനെ നിൽക്കുക. എഞ്ചിൻ ഇരിപ്പുണ്ട്, അഴുക്കൊക്കെ പിടിച്ച ഒരു എഞ്ചിൻ ഇരിപ്പുണ്ട്. അപ്പോൾ തൊട്ട് സൈഡിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന വിധത്തിൽ അവിടെ ഇരുന്ന് ഡിഫറൻഷ്യൽ ഇരുന്ന് അഴിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. ഞാൻ ചോദിച്ചൂടാ എനിക്കൊരു ടൂൾ തരാമോ? പിന്നെ ഇതൊന്നും ഞാൻ നിനക്കൊന്നും തരത്തൊന്നുമില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പോയി സാറിനോട് ചോദിക്കണം, ഇത് എൻ്റെ ടൂളാണെന്ന് പറഞ്ഞ് എല്ലാം വാരി വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അഴിക്കുന്നുണ്ട്. ഒന്നുമില്ലാണ്ട് ആ എഞ്ചിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുക. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത്, സമയം പോയിക്കൊണ്ടിരിക്കുന്നു, ഇത് ഞാൻ എങ്ങനെ അഴിക്കാനാണ്? ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, ഒന്ന് തിരിഞ്ഞൊന്ന് കിട്ടുമോ? ഈ ക്രാങ്ക് ഷാഫ് ഇതൊക്കെ ഒന്ന് വരണ്ടേ, ഒരു പിസ്റ്റണെങ്കിലും ഒന്ന് പുറത്തോട്ട് വരണ്ടേ? മാക്സിമം പറ്റാവുന്ന പോട്ടിൽ ഞാൻ നോക്കുന്നുണ്ട്, ഒന്നും കറങ്ങിപ്പോലും വരുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് ആ മെഷീനിൽ ഞാനിങ്ങനെ കൈവച്ചതേ ഉള്ളൂ. ആ രണ്ടാമത്തെ പിസ്റ്റണിൽ നിന്ന്, ആ ബോറിനകത്ത് നിന്ന് ആ പിസ്റ്റൺ എല്ലാം കൂടെ ആ കണക്റ്റിംഗ് റോഡും എല്ലാം കൂടെ പുറത്തോട്ട് വന്ന് വീണ്, അതിനകത്ത് ബെയറിങ്ങുകളും സാധനങ്ങളും എല്ലാം കൂടെ ആ ഡെസ്കിലേക്ക് വന്ന് വീണ്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പിസ്റ്റൺ തന്നെ അഴിഞ്ഞ് ആ പിസ്റ്റൺ എടുത്ത് ഞാൻ ബെയറിംഗ് ഉണ്ട്, ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ സാറ് പറയും, ഇതെന്താ ഇത്? ഞാൻ പറഞ്ഞു, ഇത് സാറേ പിസ്റ്റൺ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? എയർ ഫ്യൂറിലെ മിസ്റ്ററിനെ കംപ്രഷൻ ചെയ്യും, വെച്ചിട്ട് പോക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി പുറകെ ഉള്ളവരൊക്കെ പേപ്പർ എടുത്തിട്ട് നിൽക്കുക വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ കണ്ടു ഒരുത്തൻ അടുത്തവൻ എഞ്ചിനാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഇതിവിടെ തരികി കയറ്റി വെക്കുന്നുണ്ട്, നീ വന്നിട്ട് അഴിച്ചോ കേട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടുന്ന് കൈയൊക്കെ കഴുകി തിരിച്ച് വന്നപ്പോഴത്തേക്കും അവൻ ആ എഞ്ചിനല്ല കിട്ടിയത്, ആ സിൽവർ കളറുള്ള എഞ്ചിനെന്ന് പറഞ്ഞില്ലേ, ഭംഗിയുള്ള എഞ്ചിൻ ഇട്ട് അഴിക്കുക. എത്ര അഴിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞത് ഇതാണ്, എടാ ഞാനൊരു 10-15 മിനിറ്റോളം എടുത്ത് അതൊന്ന് അഴിച്ച് കിട്ടാൻ വേണ്ടി, എത്ര നോക്കിയിട്ടും ആ എഞ്ചിൻ അഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, എടാ ഞാനൊന്നും ചെയ്തില്ല, എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ആ പിസ്റ്റൺ അഴിഞ്ഞ് കിട്ടി. ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടെന്നല്ലാണ്ട് എനിക്കിതിലൊന്നും പറയാനില്ല. എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യമാണ്. ആ പിസ്റ്റൺ തന്നെ അഴിഞ്ഞ് വന്നതാണ്. ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒന്നും എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ കോളേജിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ചേട്ടൻ എക്സാം എഴുതിയായിരുന്നു ഓട്ടോമൊബൈലിൽ. ഞാൻ പറഞ്ഞു, എഴുതി, എന്താ? ചേട്ടൻ എഴുതിയ എക്സാമാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സാറുമാർ കൊണ്ടുവന്ന് വെച്ച് പഠിപ്പിക്കുന്നതെന്ന്. ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാ? ഇന്നേ വരെയും ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഒരാളായ എക്സാം എഴുതിയിട്ടില്ല. അത്രയും വൃത്തിയായിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളായ ഞാൻ, എന്നെപ്പോലെ അങ്ങനെ ഒരാളായ എക്സാം എഴുതിയിട്ടില്ല. ഇതിൽ കൂടുതൽ ദൈവത്തിന് ഞാൻ എന്ത് നന്ദി പറയാനാണ്? രണ്ടാമത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, 10 വർഷത്തിന് മേളിലായിട്ട് എൻ്റെ ശരീരത്തിൽ, എൻ്റെ തുടയുടെ ഇടുക്കുകളിലും ദേഹത്തും ഒക്കെ ആയിട്ട് ഒരുപാട് പാടുകൾ റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ട് ഉണ്ടാകുമായിരുന്നു. കുളിക്കുന്ന സമയത്ത് ഇത് മാഞ്ഞു പോകും, കാണത്തില്ല. വിയർത്ത് കഴിഞ്ഞാൽ ഒരു ഗ്രേയിഷ് കളറാകും. നമ്മൾ ശരിക്കും ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ചുരണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കൂടുതലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, യാത്രകൾ പോകുമ്പോൾ അവിടെ ചെന്ന് ബാത്റൂമിലേക്ക് കയറി അത്ര കറപ്പ് തോന്നിപ്പോവും. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. 10 വർഷത്തിന് മേളിലായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് തരത്തിലുള്ള മരുന്നുകൾ, ക്ലോട്രിമോസിൽ അങ്ങനെ എന്തൊക്കെയാണ് ആ മരുന്നിൻ്റെ പേര്, ഒരുപാട് പല കൂടിയത് വീര്യം കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയും അതിനുള്ള ഒരു ഫലം ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു പാട് പോലുമില്ല. ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. വളരെ ചുരുക്കി പെട്ടെന്ന് തന്നെ ഞാൻ പറയാം. എനിക്ക് കുറച്ച് പൈസ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ കിട്ടാൻ വേണ്ടി ആർക്കും ആ പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല. അവർ ആരുടെയെല്ലാം കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടോ അവർക്കൊന്നും പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ആ പൈസ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തിരിച്ച് കിട്ടി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു 1.5 മാസത്തോളമായിട്ട് എനിക്ക് അവിടുത്തെ സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ല. സാലറി കിട്ടാണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ ഈ സാലറിയുടെ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യും എൻ്റെ ദൈവമേ? ഡിസംബർ മാസം കഴിയുമ്പോഴത്തേക്കും അവർ പൂട്ടിക്കെട്ടി പോകും. ഡിസംബർ മാസം കഴിഞ്ഞിട്ടും സാലറി കിട്ടാത്ത സാഹചര്യം ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ അറിഞ്ഞു, പ്രശ്നമായി. എങ്ങനെയെങ്കിലും പോയി സാലറി വാങ്ങിക്കണം. പക്ഷേ
അവരുണ്ടോ, കമ്പനിയിലുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോഴത്തേക്കും അച്ഛൻ ആ ധ്യാനത്തിൽ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിക്കണം. അതിലെന്താണോ എഴുതിയിട്ടുള്ളത് അത് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതാണെന്ന്. ഒന്നും നോക്കില്ല. അച്ഛൻ പറയുന്നു, അമ്മ പറയുന്നു, വീട്ടുകാർ പറയുന്നു, നാട്ടുകാർ ഒന്നും ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് സങ്കീർത്തനം 45. നീതി നിൻ്റെ ഭാഗത്താണ്, നിൻ്റെ വലത്തെ കൈ ഭീതി വിധിക്കട്ടെ, പൊയ്ക്കോളാൻ പറഞ്ഞു, മുന്നോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അന്ന് രാവിലെ തന്നെ ഞാൻ അതും കൊണ്ട് പോയതാണ്. ജനുവരി 9 തൊട്ടാണ് ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങുന്നത്. ആ മാസത്തിൽ തന്നെ എനിക്ക് കിട്ടാനുള്ള എല്ലാ പൈസകളും എനിക്ക് കിട്ടി. ഇതുപോലെ തന്നെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയി കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡൻറ്റിൽ നിന്ന് എയർ വാതിലാണ്, നമുക്കറിയാമല്ലോ ബസ്സിൽ അടയ്ക്കുന്ന വാതിൽ എയറിൻ്റെ വാതിലാണ്. അതിനകത്ത് പെട്ടുപോയാൽ പിന്നെ ഒടിഞ്ഞു പറഞ്ഞൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ കാല് അതിൽ എന്നെ ആരും പുറകിലേക്ക് വലിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ കാല് അതിൽ പോയി, പക്ഷേ ചെരുപ്പ് ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞിരിപ്പുണ്ട്. എൻ്റെ കാലിനൊന്നും പറ്റിയില്ല. ഇതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞ് ഏറ്റുമാനൂർ അമ്പലത്തിനടുത്തെത്തിയപ്പോഴത്തേക്കും ഒരു ബസ് വന്ന് ഒരൊറ്റയിടി. ആ ബസ് വളഞ്ഞു വന്ന് എന്നെ ഇടിച്ചതാണ്. പക്ഷെ ആരും മുന്നിലേക്ക് തള്ളുന്ന പോലെ, ഈ 2 സ്ഥലങ്ങളിലും ഒന്ന് പുറകിലേക്ക് വലിക്കുന്ന പോലെയും ഒന്ന് മുന്നിലേക്ക് തള്ളുന്ന പോലെയും എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതുപോലെ എൻ്റെ കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. 6/6 ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? സാക്ഷ്യം പറയാണ്ട് ഇനി ഞാൻ ഉടമ്പടി പുതുക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ അൾത്താരക്കകത്ത് ഞാൻ കയറില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിശേഷ വിധിപ്രകാരം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ചെയ്തിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളോട് നിങ്ങൾ ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വരെയും ഓരോ നഗരസഭകളിലും ഞാൻ പോയിട്ടുണ്ട്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പോയിട്ടുണ്ട്. ഓരോ ബസ്സുകളിലും ഞാൻ കയറി നിന്ന് അവിടെ ഇതുപോലെ സംസാരിക്കും, പ്രസംഗിക്കും. വചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വചനമില്ലേ, പ്രസംഗിക്കുമെന്ന് ദൈവത്തിൻ്റെ അരുൾപ്പാട് എന്നതുപോലെ സംസാരിക്കുക. ഞാൻ ആ ഒരു പവറോട് കൂടിയിട്ടാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് കാരുണ്യ പ്രവൃത്തികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അനാഥാലയങ്ങൾ, അഗതി മന്ദിരങ്ങളിൽ ഒക്കെ പോയിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അവർക്കെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് പറവൂർ ബസ് സ്റ്റാൻഡിൽ കാരുണ്യ പ്രവൃത്തിയായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ്. അവിടെ ഇതുപോലെ നിന്ന് പാട്ട് പാടിയിട്ടുള്ളത്. ഞാൻ ആദ്യം പാടിയതുപോലെ അവർ പ്രസംഗിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വന്നത്, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ഈ ചെറിയ സാഹചര്യങ്ങളിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വസ്ത്രങ്ങൾ കൊടുക്കാൻ തൃശ്ശൂർ വരെയും പോയിട്ടാണ് ഞാൻ വസ്ത്രങ്ങൾ ഓരോ സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൂടാണ്ട് മറ്റൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പോലെ സോഷ്യൽ ആപ്ലിക്കേഷനിലൊക്കെ ഞാൻ ആക്റ്റീവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ധ്യാനങ്ങൾ, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ, അതുകൂടാതെ ഡെയിലി ബ്രെഡുകൾ, ഇതെല്ലാം ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്തിട്ട് അതിനോട് ലിങ്ക് കോപ്പി ചെയ്തിട്ടാണ് ഞാൻ എല്ലായിടത്തും പോസ്റ്റ് ചെയ്തുകൊണ്ടത്. അല്ലെങ്കിൽ ചുമ്മാ എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. കാണട്ടെ, എന്നെ കളിയാക്കുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ കണ്ടിട്ട് പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് ഓർത്തു. അൺഫോളോ അടിക്കണമെങ്കിൽ അൺഫോളോ അടിച്ചോട്ടെ എന്ന് ഓർത്തു. എന്ത് പറഞ്ഞാലും ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഇവിടെ കാല് കുത്തിയിട്ട് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ രക്ഷപ്പെടില്ല എന്നു. അതിങ്ങനെ പറയാൻ കാരണം ഇനി അടുത്ത സാക്ഷ്യത്തിൽ ഞാൻ പറയാം. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അഭിജിത്ത് കൃഷ്ണൻ ചേർത്തല തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പറയുകയായിരുന്നു. ഈ മകൻ്റെ വാക്കുകളിൽ തന്നെ സാക്ഷി നമുക്ക് വ്യക്തമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എപ്രകാരമാണ് ഈ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന്. തൻ്റെ സെമസ്റ്റർ എക്സാമിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിന് എപ്രകാരം പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ എഞ്ചിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നാൽ ആ സമയത്തുണ്ടായിരുന്ന ശാരീരികമായ അസ്വസ്ഥതകളിലേക്ക് പുറത്തു നിന്നുകൊണ്ടാണ് ഈ എക്സാം എഴുതുവാനായിട്ട് ഈ മകൻ കടന്നു ചെല്ലുകയൊക്കെ ചെയ്തത്. എന്നാൽ പൂർണ്ണമായിട്ട് ഈ മകന് ആ ഒരു എക്സാം നല്ല രീതിയിൽ ചെയ്യുവാനും അത് കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നിട്ട് പോലും, അതായത് മറ്റുള്ള കുട്ടികൾക്ക് ലഭിക്കാത്ത ഒരു ക്വസ്റ്റ്യനാണ് എഞ്ചിൻ എന്ന ഭാഗത്തെക്കുറിച്ച് കിട്ടുക. അത് പൂർണ്ണമായിട്ട് അവന് ചെയ്യുവാനായിട്ട് സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ 10 വർഷത്തോളം ഉണ്ടായിരിക്കുന്ന തനിക്ക് രോഗസൗഖ്യവും അതുതന്നെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഈ മകന് ഉടമ്പടി തൈലത്തോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ അത് പൂർണ്ണമായിട്ടൊരു പൂർണ്ണ സൗഖ്യമായിട്ട് മാറുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ
ഈ മകൻ്റെ കാരുണ്യ പ്രവൃത്തികളൊക്കെ വളരെയേറെ വ്യക്തമായിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടു നടന്നുകൊണ്ടും പാട്ടുപാടിയും ദൈവത്തേക്ക് പുകഴ്ത്തിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടിയിട്ട് സാക്ഷിയായിട്ട് മരുടമ്പടിയെ തൻ്റെ ജീവിതത്തോട് പൂർണ്ണമായിട്ടും ജീവിച്ചു. ഈ മകൻ മുമ്പോട്ടുള്ള ജീവിതത്തിലും ഇനിയും പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകനെ ഇനി ഉയർത്തട്ടെ എന്നും, ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളിലും ആവശ്യങ്ങളും പരിശുദ്ധമ്മ നമ്മെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ എന്ന് നമുക്ക്. പേര് ജയശ്രീ, ഞാൻ പരമംഗലത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ അഭിന്യ, മകളുടെ ഹസ്ബൻഡ് വിഷ്ണുവിൻ്റെ അമ്മ ബിജി. ഞങ്ങൾ വരുന്നത് പരമംഗലത്ത് നിന്ന്. എൻ്റെ മകൾക്ക് പ്രഗ്നൻസിയോടനുബന്ധിച്ച് കിട്ടിയ ഒരു അനുഗ്രഹം പറയാനായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യത്തെ പ്രഗ്നൻസി ട്യൂബിലായിരുന്നു. അത് പോയതിന് ശേഷം രണ്ടാമത് പ്രഗ്നൻസിയിൽ ആ പോയ കുഞ്ഞിനെയും കൂടി ചേർത്ത് ടിൻസിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് ഈശോയെ എനിക്ക് ടിൻസ് കുഞ്ഞുങ്ങളെ തന്നെ തന്നു. അതിൻ്റെ കാര്യങ്ങൾ മകൾ പറയും. എൻ്റെ പേര് അഭിന്യ, ഞാൻ പേരാമംഗലത്ത് നിന്ന് വരുന്നു, തൃശ്ശൂർ ജില്ലയിൽ. എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷം യൂട്രസിലല്ല ട്യൂബിലാണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു ഡോക്ടർ. തുടർന്ന് അത് ട്യൂബിൽ നിന്ന് കളയണമെന്നും അല്ലെങ്കിൽ ഇനി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. മാതാവിൻ്റെ അന്നേ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥന തുടങ്ങിയിരുന്നു. അതിൻ്റെ ഫലമായി 6 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ അബോർഷൻ ആവുകയും എല്ലാം പെട്ടെന്ന് ക്ലിയർ ആവുകയും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എല്ലാം ക്ലിയർ ആക്കി തന്നു മാതാവ്. രണ്ടാമത് ഇനി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ട്യൂബിലാവുകയാണെങ്കിൽ അത് സർജറി ചെയ്യേണ്ടി വരികയും അതിൻ്റെ ഭാഗം അങ്ങനെ ട്യൂബ് സർജറി ചെയ്ത് ക്ലിയർ ആക്കിയില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. നോർമൽ പ്രഗ്നൻസി ആവാം, അല്ലെങ്കിൽ ട്യൂബിൽ പ്രഗ്നൻസി ആവാം, ഏതാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നിട്ട് രണ്ടാമത് പ്രഗ്നൻ്റ് ആയത് ഫസ്റ്റ് സ്കാനിങ്ങിൽ മാതാവ് ആ അത്ഭുതം ഞങ്ങൾക്ക് തന്നു. ട്വിൻസ് ഉണ്ണികളായിരുന്നു സ്കാനിങ്ങിൽ കണ്ടത്. അമ്മയുടെ ഒപ്പം ഞാൻ കൂടെ എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യമായിട്ടൊരു അത്ഭുതം ഉണ്ടാവുന്നത് അന്നാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അത്ഭുതത്തിൽ അന്ന് മനസ്സിലാക്കിയെല്ലാം. തുടർന്ന് എല്ലാ ദിവസവും അമ്മയോടൊപ്പം പ്രാർത്ഥനയുടെ കൂടിയിരുന്നു. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു. എല്ലാ ദിവസവും വയറുമേ തൈലം പുരട്ടുകയും തേൻ കഴിക്കുകയും ചെയ്തിരുന്നു. എല്ലാ സ്കാനിങ്ങിന് പോകുമ്പോൾ മാതാവിൻ്റെ രൂപം ഡ്രസ്സിൽ കുത്തിയിട്ടാണ് ഞാൻ പോവുക. സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലാതെ എല്ലാ സ്കാനിങ്ങും എനിക്ക് ക്ലിയർഡ് ആയിരുന്നു. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഈ ട്വിൻസ് പ്രഗ്നൻസി ആയതിനു ശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്വിൻസ് പ്രഗ്നൻസി ഉള്ള കോംപ്ലിക്കേഷൻസുകൾ ഉണ്ടാവാം, ടയേർഡ്നെസ് നന്നായി ഉണ്ടാവാം, ഛർദി, തളർച്ച എല്ലാം ഉണ്ടാവാമെന്ന് പറഞ്ഞെങ്കിലും ഈ 7.5 മാസം തികയുന്ന വരെയും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ ഛർദി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, തളർച്ച എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കാൻ കഴിയുകയും എല്ലാ കാര്യങ്ങളും സന്തോഷമായി നടത്താൻ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു തന്നിരുന്നു. പിന്നീട് 7.5 മാസം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം എനിക്ക് വാട്ടർ ലീക്കേജ് ആയിട്ട് പോകേണ്ടി വന്നത്. പ്രീമച്വർ ഡെലിവറി ആവേണ്ടി വന്നു. പക്ഷെ എന്നിട്ടും മാധവൻ ഞങ്ങൾ കൈവിട്ടിട്ടില്ല. തുടർന്നും പ്രീമച്വർ ഡെലിവറി ആയതിൻ്റെ യാതൊരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ 2 ഉണ്ണികൾക്കും നല്ലപോലെ വെയിറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് എത്താൻ സാധിച്ചു. കുഞ്ഞുങ്ങളുടെ പേര് അമൈഗ്, അനേഗ് എന്നാണ്. 2 ആൺകുട്ടികളാണ് ഉണ്ടായത്. പിന്നീട് ഇന്ന് വരുന്നവരെയും ഉണ്ണികൾക്ക് അസുഖങ്ങളോ അവരെ ട്വിൻസ് ആയതുകൊണ്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ പിന്നെ പ്രത്യേകിച്ച് ചെറുപ്പമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞാലും അമ്മയ്ക്കും എനിക്ക് ഇതുവരെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് ക്ലിയർ ആക്കി തന്നിരുന്നു. അമ്മ ആദ്യത്തെ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിൽ ഉടമ്പടി ശരിക്കും നേരിട്ട് വന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ അമ്മ പോയിരുന്നു, പക്ഷെ ഉടമ്പടി ഇവിടെ നേരിട്ട് വന്നെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രഗ്നൻ്റ് രണ്ടാമതായതിനു ശേഷം ഡെലിവറിയുടെ 1 മാസം മുന്നാണ് അമ്മ വന്ന് നേരിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ ദിവസം അത്ഭുതങ്ങളായിരുന്നു മാതാവിൻ്റെ.
ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടായിരുന്നില്ല. മാതാവ് അതുപോലെ മാതാവിൻ്റെ രൂപം ഞങ്ങൾ പ്രാർത്ഥനയുടെ ഇടയിൽ മെഴുകുതിരിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ ഇന്ന് വരെയും തുടർന്ന് ഓരോ കാര്യം മാതാവ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഇവിടെ ആദ്യമായിട്ട് എന്നാണോ സാധിക്കുന്നത് ഉണ്ണികളെ പുറത്തിറക്കാൻ, അന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടതിന് ശേഷമാണ് ബാക്കി എന്തിനു തുടരുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത് ആ ആഗ്രഹം സാധിച്ചു. മാതാവിൻ്റെ മുന്നിലെത്തി എൻ്റെ ഉണ്ണികളെ കൊണ്ടുവന്ന അനുഗ്രഹം വാങ്ങാൻ എനിക്ക് സാധിച്ചു. എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിരുന്നു, ഹസ്ബൻഡിൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിരുന്നു. രണ്ടുപേരും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. ഇനിയും എനിക്കും ഉടമ്പടി എടുക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം എനിക്ക് ഫീഡിങ്ങും കാര്യങ്ങളൊന്നും ആയതുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഇനിയൊരു അവസരം മാതാവ് ഒരുക്കി തരുന്നവരെ കാത്തിരിക്കുന്നു. പക്ഷേ എന്നെ കൊണ്ട് ഇപ്പോൾ കഴിയാവുന്ന ഞാൻ പ്രാർത്ഥനയൊക്കെ കൂടാറുണ്ട്, കൊന്ത ചൊല്ലാറുണ്ട്, കാരുണ്യ പ്രവർത്തനം നടത്താറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്, മാതാവിനെ മഹത്വപ്പെടുത്താറുമുണ്ട്. കഴിയുന്നത് എല്ലാവരോടും പറഞ്ഞിട്ട് ഈ കാര്യം അത്ഭുതം ഉണ്ടായത് ഞാൻ അറിയിക്കാറുണ്ട്. എല്ലാം നന്ന ദൈവത്തിന്, മാതാവിന്, ഈശോനും നന്ദി അറിയിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ട്, ഉപവാസം എടുത്ത് ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി പത്രം എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് ഞാൻ അറിയിക്കാറ്. പിന്നെ ഞാൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെ കാര്യങ്ങളും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതെല്ലാം സാധിക്കാറുണ്ട്. എൻ്റെ ചേച്ചിയുടെ ചേട്ടന് 40 വർഷം പഴക്കമുള്ള മദ്യപാനവും പുകവലിയും പറിച്ചു മാറ്റി കളഞ്ഞു അമ്മ മാതാവ്. അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആ ഉടമ്പടി പോലെ ജീവിച്ചു പോകുന്നു. എല്ലാം തന്ന അമ്മ മാതാവിനും ഈശോയിനും 1000 കോടി നന്ദി. ഡെയിലി ബ്രെഡ്, ബൈബിൾ അരമണിക്കൂർ വായിക്കുന്നു, കാലത്ത് 5:30 പ്രാർത്ഥന, 7 മണിയുടെ സഹായന പ്രാർത്ഥന, എല്ലാം കറക്റ്റായി ഞാൻ ഉടമ്പടിയിൽ നിത്യയോടുകൂടി ജീവിക്കണം. മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താന പുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. ലേവ്യയുടെ പുസ്തകം 26-ാം അധ്യായം 9-ാം വചനമാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മെ തൻ്റെ ജനമായി സ്വീകരിക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ വിശ്വാസവും വിശ്വസ്തതയുമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ മക്കൾ പ്രാർത്ഥിച്ച പോലെ അമ്മയുടെ തിരിയിൽ, മെഴുകുതിരിയിൽ പോലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പാണ് ആ ഉടമ്പടി തിരി. അതായത് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് നീലത്തിരി കത്തിച്ചപ്പോൾ അതിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ട കൃപാസനം അമ്മയുടെ ആ സാന്നിധ്യം അവരവരുടെ കയ്യിൽ കൊണ്ടുവന്നിരുന്നു. ആ സാന്നിധ്യം തന്നെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ വിശ്വസ്തതയുടെ ഒരു ഉത്തരമായിട്ട് തന്നെയാണ് അമ്മ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ എന്ന്. അങ്ങനെയുള്ള ആ ഒരു പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അമ്മയുടെ സന്നിധിയിൽ ഈ 2 കുഞ്ഞു വാവകളുമായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മളെയും കടാക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൃപാസനം അമ്മ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ്, സ്വാധീനമുള്ള ഒരമ്മയാണ്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന അമ്മ. ഇവരുടെ കാര്യവും ആദ്യത്തെ ട്യൂബൽ പ്രഗ്നൻസിയാണ്, പിന്നീട് സെക്കൻഡ് ടൈം ഓൾസോ ഇറ്റ്സ് ഡിഫിക്കൽട്ടാണെന്നാണ് പറഞ്ഞത് ഡോക്ടേഴ്സ്. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ കൃപയും ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് മെറിറ്റ് ഇല്ലാത്തപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വർക്കൗട്ട് ചെയ്യണത്, അതും ഉടമ്പടിയിൽ. ഒരു മെറിറ്റും ഇല്ലാത്തപ്പോഴാണ് ഈ മക്കൾ ഈശോയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്തിന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്കും ആശ്രയിക്കാം. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മളെ കരം പിടിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുവാനും ആ ദൈവഹിതം അനുസരിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ജയശ്രീക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും ഈ ട്വിൻസ് ബേബീസിന് വേണ്ടി നമുക്ക്